അസ്സലാമു ഉസ്താദെ, സൗദിയിൽ നിന്നാണ് വിളിക്കുന്നത്. നേർച്ച സംബന്ധമായ ഒരു ചോദ്യം ചോദിക്കാനാണ്. ഇപ്പൊ നമ്മുടെ നാടുകളിലൊക്കെ നേർച്ചകൾ നടക്കാറുണ്ടല്ലോ. ഉദാഹരണമായിട്ട് മമ്പുറം നേർച്ച, മടവൂർ നേർച്ചക്ക. ഇത്തരം നേർച്ചയിലേക്ക് നമ്മൾ അതിലേക്കൊരു നേർച്ചയാക്കിയ കുറച്ച് പൈസ ഉണ്ട്. ഈ പൈസ ആ നേർച്ച അവിടെ കൊടുക്കുന്നതല്ല. ആ കൊണ്ട് നേർച്ചയായിട്ട് നമുക്ക് ഇവിടെ എന്തെങ്കിലും കഴിച്ചാൽ മതിയോ? പ്രാർത്ഥന വസിയത്തോടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. وعليكم السلام ورحمة الله. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى الآل والصحابة الفائزين. أما بعد. اللهم هداية للصواب. ഈ ചോദ്യത്തിൽ പറഞ്ഞ നേർച്ച മമ്പറം മക്കാമിലേക്കോ മടവൂരിലേക്കോ ഒക്കെ നേർച്ചയാക്കിയാൽ ആ നേർച്ച ചെയ്ത കാശ് എന്തിനു വേണ്ടി വിനിയോഗിക്കണം? അവിടെ ഫതുഹുൽ മൊയ്ൻ പോലുള്ള കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിട്ടുള്ളത്, നമ്മളൊരു സ്ഥലത്തേക്ക് നേർച്ചയാക്കിയാൽ അവിടുത്തെ ആദത്ത് പോലെയാണ് ആ കാശ് വിനിയോഗിക്കേണ്ടത്. നേർച്ചയാക്കുന്ന സമയത്ത് തന്നെ നമ്മളത് ഈ മമ്പറത്തേക്ക് വേണ്ടി യാസീൻ ഓതാനോ മറ്റുള്ള ചെലവിലേക്കാണ് നേർച്ചയാക്കണമെങ്കിൽ അങ്ങനെ വിനിയോഗിക്കാം. അതേ സ്ഥാനത്ത് മമ്പറം മക്കാമിലേക്ക് നേർച്ചയാക്കുക, മടവൂരിലേക്ക് നേർച്ചയാക്കുക, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പള്ളിയിലേക്ക് നേർച്ചയാക്കുക, അങ്ങനെയൊക്കെ ചെയ്താൽ അത് ആ നേർച്ചയാക്കിയ സ്ഥലത്ത് തന്നെ കൊടുക്കേണ്ടതും അവിടുത്തെ ആദത്ത് പ്രകാരം അത് വിനിയോഗിക്കുകയും ചെയ്യേണ്ടതാണ്. അതിന്റെ മസ്ലഹത്തുകൾക്കാണല്ലോ സാധാരണ അത് വിനിയോഗിച്ച് വരിക. അത് അവിടുത്തെ ആദത്ത് പ്രകാരം വിനിയോഗിക്കേണ്ടതുമാണ് എന്നാണ് ധർമ്മശാസ്ത്ര പണ്ഡിതന്മാർ ആ വിഷയവുമായി ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അസ്സലാമു അലൈക്കും. എനിക്ക് ചോദിക്കാനുള്ളത്, കേരളത്തിൽ മാത്രം നബിദിന ആഘോഷം നടക്കുന്ന മറ്റുള്ള രാഷ്ട്രങ്ങളിലൊന്നും കാണുന്നില്ല. ഇതുപോലെയുള്ള നബിദിനം ആഘോഷം ഘോഷമായി അതുകൊണ്ടാണ് എന്നറിയാൻ താല്പര്യപ്പെടുന്നു. ചോദ്യത്തിന്റെ ഇടക്ക് ചെറിയ കട്ട് അനുഭവപ്പെടുന്നുണ്ടോ? എനിക്കങ്ങനെ രണ്ട് മൂന്ന് തവണ കട്ട് അനുഭവപ്പെട്ടു. എല്ലാവർക്കും ഉണ്ടോ? അതോ എന്റെ നെറ്റിന്റെ പ്രശ്നമാണോ? ഉണ്ട്. അപ്പൊ ചുളിക്കന്റെ നെറ്റിന്റെ പ്രശ്നമാണോ അതോ വാട്സപ്പിൽ വന്ന ചോദ്യത്തിൽ തന്നെ ഉള്ളതാണോന്ന് അറിയില്ല. ഏതായാലും ഇപ്പൊ ചോദിച്ച ചോദ്യം, നബിദിനാഘോഷം കേരളത്തിൽ മാത്രം നടന്നു കാണുന്നതാണല്ലോ, എന്താണ് മറ്റു സ്ഥലങ്ങളിലൊന്നും അത് കാണാത്തത് എന്ന് ചോദിച്ചാൽ അതിന്റെ മറുപടി, നമ്മൾ കേരളത്തിന്റെ പുറത്തേക്ക് എവിടേക്കും പോകാത്തത് കൊണ്ടാണ് കേട്ടാ. ഈ അങ്ങനെ ചിന്തിക്കുന്ന ആളുകൾ കേരളത്തിൽ മാത്രം ഇരുന്നാൽ കേരളത്തിലെ നബിദിനാഘോഷേ കാണുള്ളൂ. മറ്റു രാജ്യത്ത് പോവുകയോ മറ്റു സ്ഥലങ്ങളിൽ പോവുകയോ അല്ലെങ്കിൽ അവിടെ നടക്കുന്ന കാര്യങ്ങൾ അറിയാനുള്ള മാധ്യമങ്ങൾ ഉപയോഗിക്കുകയോ ചെയ്താൽ കേരളത്തിന്റെ പുറത്ത് എത്രയോ സ്ഥലങ്ങളിൽ എത്രയോ രാഷ്ട്രങ്ങളിൽ നബിദിനാഘോഷം നടക്കുന്നത് നിങ്ങൾക്ക് കാണാവുന്നതാണ്. UAE-യിൽ നബിദിനാഘോഷം ഇല്ലേ? ഇവിടെ UAE-യിൽ ഒരുപാട് സുഹൃത്തുക്കൾ ഉണ്ടാവുമല്ലോ. UAE-യിലെ നബിദിനാഘോഷ പരിപാടികളിൽ നിങ്ങൾ പങ്കെടുത്തിട്ടില്ലേ? അതാ അബുദാബിയിലുണ്ട്, ദുബൈയിലുണ്ട്, അങ്ങനെ അദ്ദേഹം എവിടെയാണെന്ന് അറിയില്ല, പല രാജ്യങ്ങളിലും ഉണ്ട്. അതുകൊണ്ട് ഏതായാലും വാട്സപ്പ് ഒക്കെ ഉപയോഗിക്കുന്ന ഒരാൾ എന്ന നിലക്ക് ഞാൻ വളരെ ലളിതമായൊരു മാർഗം നിങ്ങൾക്ക് ലോകത്തിന്റെ പല ഭാഗങ്ങളിലും നബിദിനം ആഘോഷിക്കുന്നത് നേരിൽ കാണാൻ ഏറ്റവും നല്ലത് യൂട്യൂബിൽ ഒന്ന് അടിച്ചു നോക്കിയാൽ മതി കേട്ടോ. മൗലിദ് എന്നടിച്ചിട്ട് മക്കാന്നോ മദീനാന്നോ ഈജിപ്ത് എന്നോ മിസ്റെന്നോ നിങ്ങൾക്ക് തോന്നണ നാട് ഏതാ അവിടെയൊക്കെ അടിച്ചു പോയിക്കോളി. ഇൻഷാ അല്ലാ അവിടെ എല്ലാം ഉള്ള നബിദിനാഘോഷ പരിപാടികളും മൗലിദ് സദസ്സുകളും എല്ലാം ഇൻഷാ അല്ലാ നിങ്ങൾക്ക് കാണാം. മാത്രമല്ല റബീഉൽ അവ്വൽ 12-ന് UAE-യിൽ അവധിയാണ്. മറ്റ് മിക്ക അറബി രാഷ്ട്രങ്ങളിലും അന്ന് അവധിയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ലേ കേൾവിക്കാരൻ ഉസ്താദേ? മിക്ക അറബി രാഷ്ട്രങ്ങളിലും അന്ന് അവധിയല്ലേ? റബീഉൽ അവ്വൽ 12-ന്റെ അന്ന്
നബിദിനം പ്രമാണിച്ച് ഒറ്റ കാരണമാണല്ലോ. അതെ, മിക്ക അറബി രാഷ്ട്രങ്ങളിലും അന്ന് അവധിയാണ്. നമ്മുടെ നാട്ടിലും അന്ന് അവധിയാണ്. ഇന്ത്യയിലും, കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യ എന്ന് പറഞ്ഞാൽ അതിലെ ചെറിയൊരു സംസ്ഥാനമാണ് കേരളം കേട്ടോ. എത്രയോ സ്ഥലങ്ങളിൽ എന്താണ്, എത്രയോ രാജ്യങ്ങളിലും എത്രയോ സ്ഥലങ്ങളിലും അന്ന് അവധിയാണ്. അപ്പൊ ആഘോഷം പല സ്ഥലങ്ങളിലും ഉണ്ട്, നമ്മളത് ശ്രദ്ധിക്കുന്നില്ല എന്ന് മാത്രം. നിങ്ങൾക്ക് യൂട്യൂബിലൊന്ന് ജസ്റ്റ് അടിച്ചു നോക്കിയാൽ അത് ഒരുപാട് കണ്ട് ആസ്വദിക്കാവുന്നതാണ്. ഓക്കെ, ഞാൻ വയ്ക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അത്ര ഞാൻ അബ്ദുൽ ലത്തീഫ് കടൂരം എന്റെ പേര്. എനിക്ക് സംശയം, ഈ പ്രത്യക്ഷത്തിൽ പല്ലിനെ കൊല്ലല് സുന്നത്താണെന്ന് കേട്ടിട്ടുണ്ട്. അത് അതിന് സഹിയായ തക്കതായ നല്ല ഹദീസ് എന്തെങ്കിലും ഉണ്ടോ? അന്ന് അറിഞ്ഞ തിരക്കില്ലായിരുന്നു. കാരണം ഇങ്ങനെ ഈ കൊല്ലുള്ള കാര്യമായതുകൊണ്ട് ഒരു മുടിക്ക് കൊന്നാൽ പ്രത്യേക കേട്ടു. അത് ശരിക്കും ഒരു ഹദീസ്, നല്ല സഹിയായ ഹദീസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞാൽ കൊള്ളായിരുന്നു. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ചുള്ളിക്കാസ് സഫ നല്ല കട്ട് വരുന്നുണ്ട്, ക്വസ്റ്റ്യൻ ഒന്നും മനസ്സിലാവുന്നില്ല. എന്തായാലും ഉസ്താദെ, ഇപ്പൊ വന്നിട്ടുള്ള ചോദ്യം പല്ലിയെ കൊല്ലുന്നതിനെ കുറിച്ചാണ് ചോദിച്ചിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് കേൾക്കാർ ഉസ്താദ് മൈക്കെടുത്തോളൂ. ചുള്ളിക്കാസ് സഫ ഒന്ന് റീസ്റ്റാർട്ട് ചെയ്തിട്ട് വരുമോ? ചുള്ളിക്കാസ് സഫ ഒന്ന് റീസ്റ്റാർട്ട് ചെയ്ത് വന്നാൽ ഉപകാരമായി. അതുവരെ ഇൻഷാ അല്ലാഹ് കേൾക്കാർ ഉസ്താദ് മൈക്കെടുത്തോളൂ. മൈക്കൂട്ട് ഇസ്ലാം. അല്ല, ഞാനത് പറയാൻ വേണ്ടിട്ടാ. ചുള്ളിക്കാസ് കേൾക്കണ്ട ഉണ്ടെങ്കിൽ റീസ്റ്റാർട്ട് ചെയ്യാൻ മാത്രമല്ല, നിങ്ങൾ അഡ്മിൻ ഇടാതെ ഒന്ന് വരും. അഡ്മിൻ ഇടാതെ ചുള്ളിക്കാസ് അഡ്മിൻ ഇടാതെ വരിക. അഡ്മിൻ ഇടാതെ വന്നാൽ കുറച്ചുകൂടി എന്തുണ്ടാവും, അഡ്മിൻ ഇടുമ്പോൾ കുറച്ചുകൂടി ഭാരം കൂടുന്നുണ്ട് എന്നാണ് പൊതുവെ നമ്മളെ അനുഭവം. ഈ ബൈലക്സിലെ ചുള്ളിക്ക കേൾക്കണില്ലേ? അത് സൈൻ ഔട്ട് ചെയ്യാനും പറ്റാത്ത അവസ്ഥ ഉണ്ടോ അറിയില്ല. കേൾക്കുന്നുണ്ട്. എന്നാ ഒന്ന് റീസ്റ്റാർട്ട് ചെയ്തോളൂ. എന്നിട്ട് എന്ത് ചെയ്യാ, അഡ്മിൻ ഒഴിവാക്കിയിട്ട് ഒന്ന് വരിക. ഓക്കെ. ചുള്ളിക്ക എവിടുന്ന, അസ്കറ എവിടുന്നാണ്? നാട്ടിന്നാ? നാട്ടിലെ നെറ്റാ? കേസയിലോ? കേസയിലുണ്ടോ കുറച്ചു എങ്ങനെ ഈ ജാതി നെറ്റ്? ഞാൻ കരുതി നമ്മളെ നാട്ടിൽ നിന്നായിരിക്കും എന്നുള്ളത്. പിന്നെ അപ്പൊ എന്തായാലും ഇടക്ക് അപ്പൊ വരുന്നേരെ നമുക്കൊന്ന് പറയാലോ. ഇൻഷാ അല്ലാഹ് അപ്പൊ ഉടനെ എത്തും ചോദ്യവുമായിട്ട്. ചോദ്യങ്ങളുടെ ഒരു വലിയ കൊട്ടയാണ്. ആ വലിയ കൊട്ടയേറ്റിട്ടാണ് എന്ത് ചെയ്യേണ്ടത്, റേഡിയോ ശ്രോതാക്കളുടെ ഒരു വലിയ കൊട്ട നിറയെയുള്ള ചോദ്യമായിട്ടാണ് ചുള്ളിക്കാസ് SSF കൈവക്കുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ട് അതിന്റെ ഭാരം കൂടും. അതാണ് ആ ഇടക്ക് കട്ട് വരുന്നത്. മനസ്സിലായില്ലേ? അപ്പൊ അതിന്റെ പുറമെ അതിന്റെ തലയെക്കെട്ടും കൂടി ആവുമ്പോൾ എന്താവും, ഭാരം പിന്നെയും കൂടും. അതുകൊണ്ടാണ് അദ്ദേഹത്തോട് എന്ത് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്, ആ തലയെക്കെട്ടൊന്ന് മാറ്റിയിട്ട് ഒന്ന് വെയിറ്റ് കുറക്കാൻ പറഞ്ഞിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ്. പിന്നെ ഒറ്റ മിനിറ്റ്, ഞാനൊന്ന് മൈക്ക് റിലീസ് ചെയ്യേണ്ടതുണ്ട്. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇൻഷാ അല്ലാഹ് ചുള്ളിക്കാസ് ഉടനെ തന്നെ എത്തും. അദ്ദേഹത്തിന്റെ നെറ്റിന് എന്തോ ചെറിയ പ്രശ്നം എന്നാണ് അറിഞ്ഞത്. അപ്പൊ എന്തായാലും വാട്സപ്പിൽ ഒരുപാട് ചോദ്യങ്ങൾ, അതോടൊപ്പം തന്നെ ഒരുപാട് പ്രവർത്തകർ ഉസ്താദന്മാരോട് പ്രത്യേകം ദുആ ചെയ്യാനൊക്കെ ആവശ്യപ്പെട്ടുകൊണ്ട് മെസ്സേജുകൾ ചെയ്യാറുണ്ട്. പിന്നെ വാട്സപ്പിലൂടെ ചോദ്യങ്ങൾ അയക്കുന്നവരോട് നമ്മൾ എപ്പോഴും പറയാറുണ്ട്, വോയിസ് മെസ്സേജ് മാത്രമേ നമുക്ക് നോക്കാൻ കഴിയുള്ളൂ, ടെക്സ്റ്റ് മെസ്സേജുകളൊന്നും വായിക്കാൻ കഴിയില്ല എന്നുള്ളത് പ്രത്യേകം ഉണർത്തുന്നു. നിങ്ങളുടെ ചോദ്യങ്ങൾ വോയിസ് മെസ്സേജായി സെൻഡ് ചെയ്യുക. ഇൻഷാ അല്ലാഹ് കേൾക്കാർ ഉസ്താദിലേക്ക് മൈക്ക്. ചുള്ളിക്ക തിരിച്ചെത്തും. അതിന്റെ ഇടയ്ക്ക് ഞാൻ പറയാൻ ഉദ്ദേശിച്ചതെന്ന് പറഞ്ഞാല്, അദ്ദേഹം വരുന്നവരേക്കും ആദ്യം ചോദിച്ചിരുന്ന ചോദ്യകർത്താവ് ചോദിച്ചത് കേരളത്തിൽ മാത്രമേ നബിദിനം ആഘോഷം കാണുന്നുള്ളൂ എന്നുള്ളത്. ഈ കാലത്ത് അങ്ങനെ ഒരാൾ ചോദിക്കാന്നാണ് ഒരു അത്ഭുതമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. സാധാരണ മുജാഹിദുകൾ പോലും എന്ത് ചെയ്യലില്ല, അങ്ങനെ ചോദിക്കലില്ല, ഇപ്പൊ പറയാറില്ല അല്ലേ സുഹൃത്തുക്കളെ? മുജാഹിദീങ്ങൾ വരെ എന്ത് ചെയ്യലില്ല, അങ്ങനെ ചോദിക്കാറില്ല. കാരണം ലോകത്ത് എല്ലായിടത്തും നടക്കുന്നുണ്ട് എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്നൊരു വസ്തുതയാണ്, ആർക്കും. അപ്പൊ എന്നിട്ടും അങ്ങനെ കേരളത്തിൽ മാത്രമേ ഉള്ളൂ, വേറെ എവിടെയും ഇല്ല എന്ന് പറഞ്ഞത് ശരിയല്ല. അതിന്റെ കൂടെ മറ്റൊരു കാര്യം കൂടി പറയാനുള്ളത്, ഉസ്താദ് പറഞ്ഞല്ലോ, ലോകത്ത് എല്ലാ മുസ്ലിം രാജ്യങ്ങളും റബീഉൽ അവ്വൽ 12 ഒഴിവാണ്.
മുസ്ലിം രാജ്യങ്ങളല്ലാത്ത മറ്റു രാജ്യങ്ങളിലും മുസ്ലിങ്ങൾ ഭൂരിപക്ഷം പിന്നെ നല്ലൊരു ശതമാനമുള്ള രാജ്യങ്ങളിൽ പോലും, ഉദാഹരണം പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യ പോലെ തന്നെ റബീഉൽ അവ്വൽ 12 നബിദിനം എന്താണ്? ഒഴിവാണ്. ഐക്യരാഷ്ട്രസഭയ്ക്ക് പോലും എന്താണ്? പൊതു ഒഴിവാണ് അന്ന്. ലോകരാഷ്ട്രങ്ങളുടെ സംഘടനയായ ഐക്യരാഷ്ട്രസഭയ്ക്ക് പോലും നബിദിനം 12 അഥവാ റബീഉൽ അവ്വൽ 12 ഒഴിവ് ദിനമാണ്. അത് ഒഴിവല്ലാത്ത രണ്ട് രാജ്യങ്ങൾ മാത്രമാണുള്ളത്. ഒന്ന് കേശയും മറ്റൊന്ന് ഇഖ്വാനികളുടെ കേന്ദ്രമായിട്ടുള്ള ഖത്തറും. ഈ ശബ്ദം വെക്കുന്ന ഒച്ച വെക്കുന്ന അബ്ദുള്ള വടക്കാങ്ങറുള്ള കുവൈത്തിൽ വരെ എന്താണ്? റബീഉൽ അവ്വൽ 12 ഒഴിവാണ്. അത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ മൈക്കെടുത്തത്. എല്ലാ അറബ് ഇസ്ലാമിക രാജ്യങ്ങളും റബീഉൽ അവ്വൽ 12 ഒഴിവ് ദിനമാണ് എന്നുള്ള വിഷയം പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ മൈക്കെടുത്തത്. ഇൻഷാ അല്ലാഹ് ചുള്ളിക്കാസപ്പ് ആ ചോദ്യങ്ങൾ കേൾപ്പിക്കും. കൂട്ടുറുസ്താ മറുപടി പറയും. ഞാൻ മൈക്ക് വിട്ടു. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും. ബിസ്മില്ലാഹിർ അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി അമ്മാ ബഅദ്. ഉസ്താദെ, ഞാനിവിടെ സൗദി അറേബ്യയിൽ നിന്നാണ് സംസാരിക്കുന്നത്. എന്റെ പേര് അബ്ദുൽ ലത്തീഫ് കടുങ്ങപുരം എന്നാണ്. എനിക്കുള്ള സംശയം നിസ്കാരത്തിനെ സംബന്ധിച്ചാണ്. അതായത് നമ്മളിവിടെ സൗദി അറേബ്യയിൽ വന്നിട്ട് ഒരുപാട് നിസ്കാരങ്ങൾ കാണുന്നുണ്ട്. അതായത് ഇത്തിദാലിൽ കൈ കെട്ടണു, ചിലവര് സുജൂദിന്റെ ഇടയിലുള്ള ഇരുത്തത്തിൽ കൈ നമ്മൾ അത്തഹിയ്യാത്തിൽ അനക്കണ പോലെ അനക്കണു. അത്തഹിയ്യാത്തിൽ കൈ അനക്കൽ തുടങ്ങിയ പിന്നെ അവസാനിക്കുന്നതുവരെ കൈ കൊണ്ട് കളിക്കണു. ഇത് ഈ അറബികൾ എല്ലാവരും ഇങ്ങനെ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതിന് ഇവർക്ക് ഹദീസിന്റെ എന്തെങ്കിലും പിൻബലം ഉണ്ടോ? ഇവർ ചെയ്യാൻ കാരണം എന്തുകൊണ്ടാണ്? നമ്മൾ കേരളക്കാർ നിസ്കരിക്കുമ്പോൾ കൈ അനക്കാറില്ല. നമ്മൾ അനക്കാണ്ട് പിടിക്കലാണ്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞ് അവസാനിക്കുന്നത് വരെ. പക്ഷെ ഇവരെല്ലാം എല്ലാ അറബികളും ഇങ്ങനെ ചെയ്യുന്നുണ്ട്. അപ്പൊ അത് എന്തുകൊണ്ടാണെന്ന് ഉസ്താദ് ഒന്ന് വിശദീകരിച്ചാൽ തിരക്കുണ്ടായിരുന്നില്ല. ദുആ വസിയത്തോടെ. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. അല്ല, നേരത്തെ മറ്റേ എന്താ പല്ലി ചോദ്യം പോയോ? അത് ചോദ്യം പൂർണ്ണമായി കേട്ടിട്ടില്ലെങ്കിൽ സംഗതി പല്ലിയാണെന്ന് മനസ്സിലായിരുന്നു. അസ്കർ അത് പറയുകയും ചെയ്തല്ലോ. ആ ചോദ്യം ഒന്നുകൂടി പ്ലേ ചെയ്യിക്കണം കേട്ടോ ചുളിക്കാശ് സർ. ഇൻഷാ അല്ലാഹ്. ഇപ്പൊ ചോദിച്ചത് പിന്നെ ഇങ്ങനെ സൗദി അറേബ്യയിലും മറ്റ് അറേബ്യൻ രാഷ്ട്രങ്ങളിലൊക്കെ വന്നാൽ അവിടെ നിസ്കാരത്തിൽ പല രീതികളും കാണുന്നുണ്ട്. അറബികൾ എഴുത്തുകാരിൽ കൈകെട്ടുന്നവരുണ്ട്. അതുപോലെ തന്നെ അത്തഹിയ്യാത്തിൽ ഇരുന്ന് കഴിഞ്ഞാൽ കൈവിരൽ ഉയർത്തിയതിന്റെ ശേഷം അത് അനക്കുന്നവരുണ്ട്. ഇങ്ങനെ പല രീതികളിലും കാണുന്നുണ്ട്. എന്താണ് അതിന്റെ എല്ലാം കാരണം? ഈ ചോദ്യത്തിന് അതിന്റെ കാരണം ഇന്നതാണ് എന്ന് ഒറ്റ വാക്കിൽ മറുപടി പറയുക പ്രയാസമാണ്. കാരണം ചോദ്യത്തിൽ പറഞ്ഞത് തന്നെ രണ്ട് വിഷയങ്ങളുണ്ട്. ഒന്ന് എഴുത്തുകാരിൽ കൈയെട്ടുന്ന വിഷയമുണ്ട്. രണ്ടാമത്തത് അത്തഹിയ്യാത്തിൽ കൈവിരൽ അനക്കുന്ന വിഷയമുണ്ട്. ഇതിനു പുറമെ അറബികളുടെ നിസ്കാരങ്ങളിൽ പലതും നമ്മുടെ നാട്ടിൽ നിസ്കരിക്കുന്നതിൽ നിന്ന് പല വ്യത്യാസങ്ങളും കണ്ടേക്കാം. ആ വ്യത്യാസങ്ങളെല്ലാം ശറഇൽ അനുവദിക്കപ്പെട്ടതും അനുവദിക്കപ്പെടാത്തതും ഉണ്ട്. എത്രത്തോളം എന്ന് പറഞ്ഞാല് ചിലര് നിസ്കാരത്തിന്റെ ഇടയിൽ സംസാരിക്കുന്നവരുണ്ട്. നിസ്കാരത്തിന്റെ ഇടയിൽ ഫോണിൽ സംസാരിക്കുന്നവർ ഉണ്ട്. അതുപോലെ തന്നെ പരിശുദ്ധ കഅബയുടെ മുമ്പിൽ വന്നിട്ട് ഖിബില തെറ്റിച്ച് നിസ്കരിക്കുന്നവർ ഉണ്ട്. അതുപോലെ നിസ്കാരത്തിന്റെ ഇടയിൽ ഒച്ചയിട്ട് കരയുന്നവരുണ്ട്. അങ്ങനെ നിസ്കാരത്തിന് അനുവദിക്കപ്പെടാത്ത പല സംഗതികളും ചെയ്യുന്നവരും അക്കൂട്ടത്തിലുണ്ട്. അതേ സ്ഥാനത്ത് മദ്ഹബിന്റെ അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് വിധേയമായി നമ്മൾ ഷാഫി മദ്ഹബുകാരാണ്. നമ്മുടെ മദ്ഹബിൽ ഇല്ലാത്ത എന്നാൽ മറ്റു ചില മദ്ഹബുകളിൽ പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങൾ ചെയ്യുന്നവരും ഉണ്ട്. അതുകൊണ്ട് മൊത്തത്തിൽ അത് ഏതാണ് എന്ന് പറയുക പ്രയാസമാണ്. പല വിഷയങ്ങളും പല രീതികളിലാണ്. ഫാത്തിഹയ്യാത്തിൽ കൈ അനക്കുന്നതിനെ കുറിച്ച് ഷാഫി മദ്ഹബ് പറയുന്നത് കൈ ഉയർത്തി പിടിക്കണം എന്നാണ്. അത് സുജൂദിന്റെ നേരെ അതിന്റെ ഡയറക്ഷൻ ആകണം എന്നുമാണ്. അതേ സ്ഥാനത്ത് ചില മദ്ഹബുകളിൽ കൈ അനക്കുന്നതിനെ കുറിച്ചും പറഞ്ഞിട്ടുണ്ട്. അപ്പോ അങ്ങനെയൊക്കെ എന്തുണ്ട്, പിന്നെ നിസ്കാരങ്ങൾ നടക്കുന്നവരുണ്ട്. ഏതായാലും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഏത് നാട്ടിൽ ചെന്നാലും ആ നാടുകളിൽ നിന്ന് കാണുന്നതല്ല നിസ്കാരം. യഥാർത്ഥത്തിൽ നമ്മൾ നേരത്തെ തന്നെ പഠിച്ചു വെച്ചിട്ടുള്ളതാണ് നിസ്കാരം. അതുകൊണ്ട് നമ്മളുടെ നിസ്കാര വിഷയത്തിൽ വല്ല സംശയം വന്നാൽ അറബികളിൽ നിന്ന് കാണുന്നതിനെ അങ്ങനെ അങ്ങ് തെറ്റീത് ചെയ്യാതെ നമ്മുടെ ആലിമ്യങ്ങളോട് ചോദിച്ച് അത് ക്ലിയർ ചെയ്ത് നിസ്കാരം ശരിപ്പെടുത്താൻ വേണ്ടി ശ്രദ്ധിക്കുക. സൗദി അറേബ്യയിലൊക്കെ ചെന്ന് നോക്കിയാൽ പലപ്പോഴും നിസ്കരിക്കാൻ വേണ്ടി വുളൂ ചെയ്യുന്ന സമയത്ത് പോലും ഭീമാബദ്ധങ്ങൾ ചെയ്യുന്ന പല അറബികളെയും നമ്മൾ കണ്ടേക്കാം. 4 മദ്ഹബിലും പാടില്ലാത്ത കാര്യങ്ങൾ വരെ ചെയ്യുന്നവരുണ്ട്. ഉദാഹരണം പറഞ്ഞാൽ ഖുഫന്റെ മേൽ തടവുക എന്ന വ്യാജേന ഷോക്സിന്റെ മുകളിൽ തടവുന്നത് കാണാം.
ഇത് സത്യത്തിൽ 4 മദ്ഹബിലും അനുവദിക്കപ്പെട്ടതല്ല. അങ്ങനെ ചെയ്താൽ വുളു ശരിയാവൂല. അത്തരം കാര്യങ്ങളൊക്കെ വ്യാപകമായി തന്നെ ഗൾഫ് രാഷ്ട്രങ്ങളിൽ കാണുന്നുണ്ട്. അത് അറബികളിൽ നിന്ന് കാണുന്നതിനെ നാം ഒരിക്കലും പിന്തുടരാൻ പാടില്ല. നമ്മൾ ഏത് രാഷ്ട്രത്തിൽ ചെന്നാലും നമ്മൾ പഠിച്ചത് ഏത് നിസ്കാരമാണോ ആ നിസ്കാരം തന്നെയാണ് നമ്മൾ സ്വീകരിക്കേണ്ടത് എന്ന് ഓർമ്മപ്പെടുത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഉസ്താദുമാരെ, ഞാന് അബ്ദുൽ ലത്തീഫ് കടുന്നപുരം എന്നാണ് എന്റെ പേര്. എനിക്കൊരു സംശയം, ഈ പ്രത്യക്ഷത്തിൽ വലിയ ഉപദ്രവമൊന്നും ഇല്ലാത്തൊരു ജീവിയാണല്ലോ പല്ലി. ഈ പല്ലിനെ കൊല്ലല് സുന്നത്താണെന്ന് കേട്ടിട്ടുണ്ട്. അതിന് സഹിയായ തക്കതായ നല്ല ഹദീസ് എന്തെങ്കിലും ഉണ്ടോ? അന്ന് അറിഞ്ഞ തിരക്കടില്ലായിരുന്നു. കാരണം ഇങ്ങനെ ഈ കൊല്ലുള്ള കാര്യമായതുകൊണ്ട് ഒരു മുടിക്ക് കൊന്നാല് പ്രത്യേക കൂലി ഉണ്ടെന്നൊക്കെ കേട്ടിട്ടുണ്ട്. അത് ശരിക്കും ഒരു ഹദീസ്, നല്ല സഹിയായ ഹദീസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞാൽ കൊള്ളായിരുന്നു. അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. പല്ലിയെ കൊല്ലുന്നതിനെ കുറിച്ച് സഹീഹായ ഹദീസിൽ വല്ലതും വന്നിട്ടുണ്ടോ എന്നാണ് ചോദിച്ചത്. സഹീഹുൽ ബുഖാരിയിൽ ഒരു ഹദീസ് ഉണ്ട്. അൻ ഉമ്മി ശരീക്കിൻ റളിയല്ലാഹു അൻഹ അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അമറ ബിഖത്ലിൽ വസഗി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പല്ലിയെ കൊല്ലാൻ കൽപ്പിച്ചു. വഖാല കാന യൻഫുഖു അലാ ഇബ്രാഹിം അലൈഹിസ്സലാം. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ നമ്രൂദ് തീക്കുണ്ടാരത്തിലിട്ടപ്പോൾ അതിൽ ഊതിയിരുന്ന ജീവിയാണ് പല്ലി എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയും ചെയ്തു. സഹീഹ് മുസ്ലിമിൽ ഇതേ അർത്ഥമുള്ള മറ്റൊരു ഹദീസിന്റെ അമറ ബിഖത്ലിൽ വസഗി വസമ്മാഹു ഫുവൈസിഖൻ. റസൂലുള്ളാഹി പല്ലിക്ക് ഫുവൈസിഖ് എന്ന് പേര് വെച്ചു. അത് സഹീഹുൽ ബുഖാരി പറയുന്നത് ബാബു ഇസ്തിഹ്ബാബി ഖത്ലിൽ വസഗി, പല്ലിയെ കൊല്ലൽ സുന്നത്താണ് എന്ന് പറയുന്ന അധ്യായത്തിലാണ്. മനസ്സിലായോ? അപ്പൊ അത് സുന്നത്താണെന്ന് പറയുന്നുണ്ട്. മാത്രമല്ല ചില റിപ്പോർട്ടുകളിൽ ഫി അവ്വലി ദർബത്തിൻ, ഒന്നാമത്തെ അടിയിൽ തന്നെ കൊന്നാൽ എന്ന് ചില റിപ്പോർട്ട് ജാമിഉൽ ഹദീസിലൊക്കെ കാണാം. അതുകൊണ്ടാണ് പല്ലിയെ കൊല്ലുമ്പോൾ ഒറ്റയടിയിൽ തന്നെ കൊല്ലണം എന്ന് പറയുന്നത്. ചിലടത്ത് അങ്ങനെ കാണാം. മൻ ഖത്തല വസഗൻ ഫി അവ്വലി ദർബത്തിൻ ഉണ്ടോ? വേറെ ഒരു ഹദീസുണ്ട്, ഉഖ്തുലുൽ വസഗ വലൗ ഫി ജൗഫിൽ കഅബ, കഅബന്റെ ഉള്ളിൽ നിന്നാണെങ്കിലും കൊല്ലണം എന്ന് പറഞ്ഞ ഹദീസ്. അത് തബറാനി ഇബ്നു അബ്ബാസ് തങ്ങളെ തൊട്ട് റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. പക്ഷേ ഹദീസിന് ദുഅഫുണ്ട് എന്ന് പറയുന്നു. അതേപോലെ തന്നെ ഇമാം അഹ്മദ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസ് കാണാം, ഇന്ന ഇബ്രാഹിം ലമ്മ ഉൽഖിയ ഫിന്നാരി ലം യകുൻ ഫിൽ അർളി ദാബത്തുൻ ഇല്ലാ അത്ഫഅത്തിൻ നാറ. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ തീയിലിടപ്പെട്ടപ്പോൾ എല്ലാ ജീവികളും ആ തീ കെടുത്താനാണ് ശ്രമിച്ചത്. ഗൈറൽ വസഗി, പല്ലി ഒഴികെ. ഫൈനഹാ കാനത് തൻഫുഖു അലൈഹി, അത് ആ തീയെ ഊതി കത്തിക്കാൻ ശ്രമിച്ചിരുന്നു എന്ന ഹദീസ് ഇമാം അഹ്മദ്, ഇബ്നു മാജ, ഇബ്നു ഹിബ്ബാൻ തുടങ്ങിയ മുഹദ്ദിസീങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മാത്രമല്ല ഖാലൽ ബൂസൂരി ഹാദാ ഇസ്നാദുൻ സഹീഹുൻ ഉണ്ടോ? അങ്ങനെയൊക്കെ പല റിപ്പോർട്ടുകളിലും വന്നിട്ടുള്ള ഒരു സംഭവമാണ്. ഞാൻ ആദ്യം പറഞ്ഞ ബുഖാരിയുടെയും മുസ്ലിമിന്റെയും ഹദീസ് തന്നെ ധാരാളമാണ്. ഓക്കെ, മൈക്ക് ഫ്രീ. അസ്സലാമു അലൈക്കും. ഞാനൊരു ചോദ്യം ചോദിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കുറെ കാലം ഞാൻ വാട്സാപ്പ് നമ്പർ ഇപ്പോഴാണ് അടുത്താ കിട്ടിയത്. ഒരു ചോദ്യത്തിന് അതായത് സംശയം തെറ്റാനാണ്. ഞാനിപ്പോ അറബിലാണ് ജോലി ചെയ്യുന്നത്, ഇല്ലാതെ കമ്മിയിലാണ്. പിന്നെ ഈ അറബില് നമ്മള് നിസ്കരിക്കുന്ന അവര് തോന്നിയവർക്ക് തോന്നിയവർക്ക് വെച്ചുകൊണ്ടാണ് നിസ്കരിക്കുന്നത്. ഷെഫ് ഇമാമിനെ കാണാതെ നിസ്കരിച്ചാൽ നിസ്കാരം ശരിയാവോ ഇല്ല എന്നുള്ളത് നമ്മൾ ശരിയാവില്ല എന്നാണ് ഞാൻ പഠിച്ചിട്ടുള്ളത്. അതിപ്പോ ഇവിടെ നോക്കിയാൽ അവർക്ക് തോന്നുന്നവർക്ക് വെച്ചുകൊണ്ട് ഓരോരുത്തരും നിസ്കരിച്ച് കണ്ട് തോന്നിട്ട് അതിങ്ങനെ നിസ്കാരം ശരിയാവോ ഇല്ല എന്നുള്ളതൊന്ന് അറിഞ്ഞ കാഴ്ചയില്ലായിരുന്നു. മറുപടി പ്രതീക്ഷിച്ചുകൊണ്ട് അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. തോന്നിയവർക്ക് തോന്നിയ സ്ഥലത്ത് വെച്ച് ഹറമിലെ ഇമാമിനെ തുടരുക എന്നൊരു രീതി അവിടെ ഉണ്ട് എന്നത് ശരിയാണ്. പക്ഷേ ഞാൻ നേരത്തെ മറ്റൊരു ചോദ്യത്തിന്റെ മറുപടിയിൽ പറഞ്ഞതുപോലെ അവിടെ നടക്കുന്ന കാര്യങ്ങളെല്ലാം ശരിയാണ് എന്ന് നമ്മൾ വിചാരിക്കരുത്. കാരണം അവിടെ വളരെ സാധാരണക്കാരായ ഒരു വിവരവും ഇല്ലാത്ത പല ആളുകളും പലതും ചെയ്യുന്നുണ്ട്. ഒരു വിവരമില്ലാത്ത പല ആളുകളും പലതും ചെയ്യുന്നുണ്ട്. ഞാൻ നേരത്തെ ഒരു ഉദാഹരണം പറഞ്ഞല്ലോ, നിസ്കരിക്കുന്നതിന്റെ ഇടയിൽ ഫോണിൽ സംസാരിക്കുന്നവരുണ്ട് എന്ന് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാണ്. നിസ്കരിക്കുന്നതിന്റെ ഇടയിൽ മൊബൈൽ ഫോൺ റിങ് ചെയ്തപ്പോ മെല്ലെ അത് പോക്കറ്റിൽ നിന്ന് എടുത്തിട്ട്
നേരെ ചെവിമ വെച്ചിട്ട് അനഫിഷല എന്ന് പറഞ്ഞ കീശയ്ക്ക് തന്നെ വെച്ചത്. മനസ്സിലായില്ലേ? ഇതുവരെ അവിടെ നടക്കുന്നുണ്ട്. അങ്ങനെ പലതും നടക്കുന്നുണ്ട്. അപ്പൊ ആ കൂട്ടത്തിൽ പലരും പല സ്ഥലത്ത് നിന്ന് നിസ്കാരം നടത്തിയേക്കും. നമ്മളെ സംബന്ധിച്ചിടത്തോളം പള്ളിയിലെ ഇമാമിനെ പള്ളിയുടെ പുറത്ത് നിന്ന് തുടരുന്നത് വളരെ നിബന്ധനകൾ ഒത്തുചേരേണ്ട ഒരു വിഷയമാണ്. പള്ളിയിലെ ഇമാമിനെ പള്ളിയുടെ പുറത്ത് നിന്ന് തുടരുകയാണെങ്കിൽ ആ ഇമാമുമായി ഉള്ള അവസാനത്തെ സെഫിൽ നിന്ന് ഈ നിസ്കരിക്കുന്നവരിലേക്ക് 300 മുഴത്തേക്കാൾ ദൂരം ഉണ്ടാകാൻ പാടില്ല. ഒന്ന്. രണ്ടാമത്തേത്, ആ ഇമാമിന്റെ അടുത്തേക്ക് ചെന്നെത്താൻ പറ്റിയ വഴി വേണം. മൂന്നാമത്തേത്, ആ ഇമാമിനെയോ അല്ലെങ്കിൽ ഇമാമിന്റെ കൂടെ പിന്തുടരുന്ന മഅ്മൂമിങ്ങളുടെ അവസാനത്തെ സെഫിനെയെങ്കിലോ കാണണം. ഇതൊക്കെ നിബന്ധനയാണ്. അതേ സ്ഥാനത്ത് പള്ളിയിൽ തന്നെ, ഒരേ പള്ളിയിൽ തന്നെ ഇമാമും മഅ്മൂമും ഉണ്ടെങ്കിൽ അവിടെ റുഇയ്യത്ത് ഷർത്തില്ല, ഇസ്തിത്റാഖ് മാത്രമാണ് ഷർത്ത്. അതായത് മഅ്മൂമിന് ഇമാമിന്റെ അടുത്തേക്ക് പോകാനുള്ള ഒരു വഴി ഉണ്ടായാൽ മതി. അതുകൊണ്ടാണ് താഴത്തെ ഗ്രൗണ്ട് ഫ്ലോറിൽ നിൽക്കുന്ന ഇമാമിനെ മുകളിലെ മഅ്മൂമിങ്ങൾക്ക് തുടരണമെങ്കിൽ ആ പള്ളിയിൽ നിന്ന് മുകളിലേക്ക് കോണി ഉണ്ടാകണം. കോണി പള്ളിന്റെ പുറത്താണെങ്കിൽ തുടർച്ച ശരിയാവൂല എന്ന് പറയുന്നത് ഈ ഷർത്ത് ഒക്കാത്തത് കൊണ്ടാണ്. അപ്പോ ജമാഅത്ത് ശരിയാകണമെങ്കിൽ തന്നെ ഈ പറഞ്ഞ നിബന്ധനകൾ, പള്ളിയുടെ ഉള്ളിൽ ഒരു നിബന്ധനയും പള്ളിയുടെ പുറത്ത് വേറെ നിബന്ധനയും. പള്ളിയുടെ ഉള്ളിലാണെങ്കിൽ ഇമാം ഒരു ഭാഗത്തും മഅ്മൂം ഒരു ഭാഗത്തും നിന്ന് ഇടയിൽ ആരുമില്ലാതെ നിന്നാലും എത്ര ദൂരത്താണെങ്കിലും നിസ്കാരം ശരിയാവും. റുഇയ്യത്ത് ഷർത്തില്ല, ഇസ്തിദ്റാഖ് മാത്രമേ ഷർത്തുള്ളൂ. അഥവാ ഇമാമിലേക്ക് ചെന്നെത്താനുള്ള വഴി ഉണ്ടാകണമെന്ന് മാത്രം. പള്ളിയുടെ പുറത്താണെങ്കിൽ 300 മുഴത്തേക്കാൾ കൂടാൻ പാടില്ല. റുഇയ്യത്തും ഷർത്താണ്, ഇസ്തിദ്റാഖും ഷർത്താണ്. കാണുകയും വേണം, അങ്ങോട്ട് ചെന്നെത്താനുള്ള വഴിയും ഉണ്ടാകണം. ഇതെല്ലാം ഷർത്താ. അപ്പൊ ഇത്തരം നിബന്ധനകളൊന്നും നിങ്ങളിപ്പോ പറഞ്ഞതുപോലെ പല സ്ഥലങ്ങളിലുള്ള നിസ്കാരങ്ങളിലും ഒക്കാറില്ല. അത് എന്തായാലും നിസ്കാരം ശരിയാകുന്നതിന് തന്നെ തടസ്സം ചെയ്യും. അതേ സ്ഥാനത്ത് ഈ നിബന്ധനകളെല്ലാം ഒത്താലും ജമാഅത്തിന്റെ കൂലി കിട്ടണമെങ്കിൽ, ജമാഅത്ത് ശരിയായ മാത്രം പോരല്ലോ, കൂലി കൂടി കിട്ടണ്ടേ? ആ കൂലി കിട്ടണമെങ്കിൽ കുറച്ചുകൂടി ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഉദാഹരണത്തിന് പറഞ്ഞാൽ ഇമാമും മഅ്മൂമും തമ്മിലുള്ള ദൂരം 3 മുഴത്തേക്കാൾ കൂടാൻ പാടുള്ളതല്ല. മനസ്സിലായോ? 3 മുഴത്തേക്കാൾ കൂടാൻ പാടില്ല. ഇമാമും ഒന്നാമത്തെ സെഫും തമ്മിലുള്ള ബന്ധം, അകലം. അതേ സ്ഥാനത്ത് നമ്മൾ നിൽക്കുന്നത് അവസാനത്തെ സെഫിന്റെ ബാക്കിലാണ്. എന്നാൽ നമ്മളും നമ്മളെ മുമ്പിലുള്ള സെഫും, ഇങ്ങനെ ഓരോ സെഫുകളും തമ്മിലുള്ള അകലവും 3 മുഴത്തേക്കാൾ കൂടുതൽ ആകാൻ പാടില്ല. ചിലപ്പോ കാണാം മുമ്പിൽ എവിടെയോ ഒരു സെഫ് ഉണ്ടാവും, നമ്മൾ എന്നിട്ട് കെട്ടിയോടുത്ത് എന്നിട്ട് അങ്ങ് നിസ്കാരം തുടങ്ങണേ. അതുകൊണ്ടൊന്നും ജമാഅത്തിന്റെ കൂലി കിട്ടൂല. അപ്പൊ ജമാഅത്ത് ശരിയാകാൻ കുറെ ശ്രദ്ധിക്കണം. ജമാഅത്തിന്റെ കൂലി കിട്ടണമെങ്കിൽ അതിനേക്കാൾ കൂടുതൽ ശ്രദ്ധിക്കണം. ഇതെല്ലാം ശ്രദ്ധിച്ചെങ്കിലേ പൂർണ്ണമായി കൂലി ലഭിക്കുന്ന ഒരു ജമാഅത്ത് നമുക്ക് കിട്ടുകയുള്ളൂ. വിവരമില്ലാത്ത ആളുകൾ എവിടെയെങ്കിലുമൊക്കെ ചെന്ന് എങ്ങനെയെങ്കിലുമൊക്കെ തുടരുന്നത് നോക്കിയിട്ട് അതിന്റെ കൂടെ നമ്മളും നിന്നാൽ സത്യത്തിൽ നമുക്ക് ജമാഅത്ത് കിട്ടുകയില്ല, അതിന്റെ പ്രതിഫലം ലഭിക്കുകയില്ല എന്ന വസ്തുത എല്ലാവരും മനസ്സിലാക്കേണ്ടതാണ്. ഓക്കെ, മൈക്ക് ഫ്രീ. അസ്സലാമു അലൈക്കും. ഞണ്ട് കേൾക്കുന്നതിന് വീഡിയോ എന്താ ഒന്ന് പറഞ്ഞുതരോ? പല അഭിപ്രായം കേൾക്കുന്നുണ്ട്. എന്താ സത്യാവസ്ഥ പറഞ്ഞാൽ ഉപകാരമായി. ഏതായാലും അത് നല്ലൊരു ചോദ്യം. വിഷയം പിന്നെ തിന്നണ വിഷയമായതുകൊണ്ട് ആർക്കും പിന്നെ അതിൽ വലിയ ഖിലാഫൊന്നും ഉണ്ടാവില്ല. ഞണ്ട് തിന്നണതിന്റെ വിധി എന്താ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുള്ള ഒരു സാധനമാണ് ഞണ്ട്. അത് കഴിക്കാൻ പറ്റുമോ പറ്റൂലേ, അഭിപ്രായ വ്യത്യാസമുണ്ട്. ഏതായാലും പിന്നെ ഞണ്ട് എന്ന് പറഞ്ഞാൽ കടലിലും കരയിലും ജീവിക്കുന്ന ഒരു ജീവിയാണ്. അത് വെള്ളത്തിലും ജീവിക്കും, കരയിലും ജീവിക്കും. അങ്ങനത്തെ ജീവിയെ കഴിക്കാൻ പാടില്ല എന്ന് പറഞ്ഞവരുമുണ്ട്, കഴിക്കുന്നതിന് വിരോധമില്ല എന്ന് പറഞ്ഞവരുമുണ്ട്. അപ്പോ ഷാഫി മദ്ഹബിൽ തന്നെ ആ വിഷയത്തിൽ 2 അഭിപ്രായമുണ്ട്. ഷാഫി മദ്ഹബിൽ തന്നെ ആ വിഷയത്തിൽ എന്തുണ്ട്? 2 അഭിപ്രായമുണ്ട്. അവിടെ ഫത്ഹുൽ മുഈൻ നോക്കിയാൽ ആദ്യം ഫത്ഹുൽ മുഈനിൽ പറയുന്നത് ഞണ്ടൊന്നും കഴിക്കാൻ പാടില്ല എന്നാണ്. സർത്താനൻ എന്ന് കാണാം. എങ്ങനെയാണ് ഫത്ഹുൽ മുഈനിൽ കാണാം? ശ്രദ്ധിച്ചോളൂ. വയഹ്റുമു മിനൽ ഹയവാനിൽ ബഹരിയി ലഫ്ദഉൻ വതിംസാഹുൻ വസൽഹഫാത്തുൻ വസർത്താനുൻ എന്നാണ് പറയുന്നത്. അതിൽ ഞണ്ട് ഹറാമാണ് എന്ന് ഫത്ഹുൽ മുഈനിൽ ഒരു സ്ഥലത്ത് പറയുന്നുണ്ട്. സർത്താൻ എന്ന് പറഞ്ഞാൽ ഞണ്ടാണല്ലോ. ബഹരിയായ ഹയവാൻ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ബഹറിൽ ജീവിക്കുന്നത് എന്നാണ്. അത് കരയിലും ജീവിക്കുന്നതാണെങ്കിലും അത് ബഹരിയാണ്.
വെള്ളത്തിൽ ജീവിക്കുന്നത് എന്നാണ് ബഹരിന്റെ അർത്ഥം. അതും കിതാബുകളിൽ പറയുന്നത് കാണാം. അപ്പൊ ഏതായാലും ഇങ്ങനെ അവിടെ ഷർത്താങ് എണ്ണുന്നുണ്ട്, ആമയെയും എണ്ണുന്നുണ്ട്, സൽഹഫാത്ത് ആമയെയും എണ്ണുന്നുണ്ട്, ഹറാമിന്റെ കൂട്ടത്തിലാണ് എണ്ണുന്നത്. പക്ഷേ അത് കഴിഞ്ഞിട്ട് ഖാലഫിൽ മജ്മൂഇ അസ്സഹീഹുൽ മുഅ്തമദു അന്ന ജമീഅ മാ ഫിൽ ബഹരി യഹില്ലു മൈതതുഹു ഇല്ല ലഫ്ദഅ എന്ന് പറയുന്നുണ്ട്. അതിന്റെ അർത്ഥം മുഅ്തമദായ പ്രബലമായ സഹീഹായ അഭിപ്രായം കടലിലുള്ള എല്ലാ ജീവികളും തിന്നാൻ പറ്റുമെന്നാണ്. തവള ഒഴികെ എല്ലാ ജീവിയും തിന്നാൻ പറ്റും എന്നാണ്. വയുഅയ്യിദുഹു നഖ്ലു ബിൻ സബാഗി മിനൽ അസ്ഹാബി ഹില്ല ജമീഅ മാ ഫീഹി ഇല്ല ലഫ്ദഅ. ഇബ്നു സബാഗ് തങ്ങളും അങ്ങനെ പറഞ്ഞതായി അസ്ഹാബ് നഖ്ൽ ചെയ്തിട്ടുണ്ട്. അത് ഇതിന് ശക്തി പകരുന്നതാണ് എന്നൊരു ഇബാറത്ത് കാണാം. ഇവിടെ തർശീഹിൽ എഴുതിയത് കാണാം, യഅ്തമദുഹു ഫി തുഹഫത്തി വൽ മുഗ്നി. തുഹഫയിലും മുഗ്നിയിലും അതിനെയാണ് പ്രബലമാക്കി പറഞ്ഞിട്ടുള്ളത്. ഇതിനെ തുഹഫയും മുഗ്നിയും പ്രബലമാക്കി പറഞ്ഞിട്ടുള്ളത് ഞണ്ട് തിന്നാൻ പറ്റും എന്ന അഭിപ്രായത്തെയാണ്. അതേ സ്ഥാനത്ത് നിഹായയിൽ ബഹുമാനപ്പെട്ട മുഹമ്മദ് റംലി തങ്ങൾ മുഅ്തമദാക്കി പറഞ്ഞിട്ടുള്ളത് പിന്നെ ഞണ്ടിനെ തിന്നാൻ പറ്റുകയില്ല എന്നുമാണ്. അപ്പൊ ഷാഫി മദ്ഹബിൽ തന്നെ പണ്ഡിതന്മാർക്ക് ആ വിഷയത്തിൽ രണ്ട് അഭിപ്രായമുണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ഒഴിവാക്കലാണ് നല്ലത്. കാരണം ഹറാമാണ് എന്ന് അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ സൂക്ഷ്മത ഒഴിവാക്കൽ തന്നെയാണ്. അതേ സ്ഥാനത്ത് അനുവദനീയമാണ് എന്ന് പറഞ്ഞ ഇമാമിയങ്ങളും ഉണ്ട്. ഓക്കെ, നമ്മളിക്കൂടാം. അസ്സലാമു അലൈക്കും. ഞാൻ നൗഷാദ്. എൻ്റെ STVയുടെ എടുത്തതിന് ശേഷം ഒരു ചോദ്യം ചോദിക്കാനുണ്ടായിരുന്നു. ചോദ്യമല്ല, ഒരു സംശയ നിവാരണത്തിന് വേണ്ടിയാണ്. എന്നെ ഈ ബിദ്ഈ കക്ഷിക്കാരും അതുപോലെ പേച്ച വിശ്വാസക്കാര്, അതായത് മറ്റുള്ള വിശ്വാസക്കാര്, ഈ അഹ്ലുസുന്നത്തിന്റെ പുറത്ത് ഉള്ളവർക്ക് അവരുടെ ആരാധനാ കർമ്മങ്ങളൊന്നും സ്വീകരിക്കപ്പെടില്ല എന്നുള്ള ഒരു വയലൊരു പുസ്തകത്തിന്റെ പ്രസംഗത്തിലാണ് ഞാൻ കേട്ടിരുന്നു. അപ്പൊ അതിന്റെ ഖുർആന്റെ ആയത്തോ ഹദീസിന്റെ വെളിച്ചത്തിൽ അതൊന്ന് വിശദീകരിച്ചു തരാം. എൻ്റെ ഒരു സുഹൃത്തിനോട് പറയാൻ വേണ്ടിയിട്ടാണ്. ഇൻഷാ അല്ലാഹ് ഉത്തരം പ്രതീക്ഷിക്കുന്നു. അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പുത്തൻ പ്രസ്ഥാനക്കാരായ ആളുകളുടെ നിസ്കാരങ്ങളും അമലുകളൊന്നും സ്വീകരിക്കുകയില്ല എന്ന് പറയുന്നത് കേൾക്കുന്നുണ്ട്. അത് സംബന്ധമായി വല്ല തെളിവുകളും പറയാമോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ധാരാളം പറയാൻ സാധിക്കും. ഒരു ഹദീസ് കേട്ടോളൂ. അബല്ലാഹു അൻ യഖ്ബല അമല സാഹിബ ബിദ്അത്തിൻ ഹത്താ യദഅ ബിദ്അത്തഹു. ബിദ്അത്തുകാരന്റെ അമല് സ്വീകരിക്കാൻ അള്ളാഹു വിസമ്മതിച്ചിരിക്കുന്നു. ഹത്താ യദഅ ബിദ്അത്തഹു, അവന്റെ ബിദ്അത്ത് അവൻ ഒഴിവാക്കുന്നത് വരെ. ഇബ്നു മാജ റിപ്പോർട്ട് ചെയ്ത ഹദീസാണത്. ഇനി പിന്നെ ധാരാളം ഹദീസുകൾ അതുമായി ബന്ധപ്പെട്ട് വന്നിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല പിന്നെ ബിദ്അത്തുകാരിൽ നിന്ന് ഒരു അമലുകളും ഫറദും സുന്നത്തുമായ ഒരു അമലും അള്ളാഹു തആല സ്വീകരിക്കുകയില്ല എന്ന് പറഞ്ഞ ഹദീസുകൾ തന്നെ ധാരാളം വന്നിട്ടുണ്ട്. മാത്രമല്ല ബിദ്അത്തിന്റെ അഹ്ലുകാരോട് പിന്നെ ബന്ധപ്പെടുന്നവനും അതായത് ബിദ്അത്തിന്റെ അഹ്ലുകാരെ ബഹുമാനിക്കുക, അവരെ ആദരിക്കുക, അങ്ങനെ തുടങ്ങിയിട്ടുള്ള ആളുകളിൽ നിന്ന് പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല അവരോട് പെരുമാറുന്ന പെരുമാറ്റം മൻ വഖറ സാഹിബ ബിദ്അത്തിൻ ഫഖദ് ആന അലാ ആദമിൽ ഇസ്ലാം തുടങ്ങിയ ഹദീസുകളെല്ലാം പിന്നെ പലരും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ നേരത്തെ പറഞ്ഞതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബിദ്അത്തുകാരിൽ നിന്ന് ലാ യഖ്ബലു മിൻഹു, അള്ളാഹു അവരിൽ നിന്ന് സ്വീകരിക്കൂല സ്വലാത്തൻ വലാ സിയാമൻ. ഇതന്നെ ഹദീസ്, അതാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ലാ യഖ്ബലു അല്ലാഹു ലി സാഹിബി ബിദ്അത്തിൻ സൗമൻ വലാ സ്വലാത്തൻ വലാ സദഖത്തൻ വലാ ഹജ്ജൻ. ഉണ്ടോ? അള്ളാഹു തആല ഒരു അമലും അവരിൽ നിന്ന് സ്വീകരിക്കൂല എന്ന് പറയുന്ന ഹദീസും അതിൽ വന്നിട്ടുണ്ട്. ഇങ്ങനെ ഒരുപാട് സഹീഹായ ഹദീസുകൾ ആ വിഷയത്തിലുണ്ട്. ഓക്കെ, നമ്മിക്കോളാം. ഹലോ, STV ടിവിയിൽ കൂടെ മർക്കസ് സമ്മേളനം കണ്ടു, വളരെ സന്തോഷമായി. STV ഇങ്ങനത്തെ ഒരു സംവിധാനം ഒരുക്കിയതിൽ എല്ലാവരോടും നന്ദി പറയുന്നു. STVയിലെ എല്ലാ ഉസ്താദുമാരെ പ്രവർത്തകർക്ക് എല്ലാവർക്കും അള്ളാഹു ദീർഘായുസ്സും ആഫിയത്തും പ്രദാനം ചെയ്യട്ടെ. അഞ്ചിന്റെ ഞാൻ വിളിക്കുന്നു. പിന്നെ വാസ്തവത്തിൽ മറ്റേ നജസായിട്ട് അതിനോട് വുളൂ ചെയ്താൽ വുളൂ ശരിയാകുമോ?
രണ്ടാമത്തെ ഒരു ചോദ്യം ഉള്ളത്, സുബഹിക്ക് നമ്മൾ കുനൂത്ത് ഓതുമ്പോൾ ജമാഅത്ത് നിസ്കരിക്കുമ്പോൾ കുനൂത്തിൽ അറിയാതെ നമ്മൾ സുജൂദിലേക്ക് പോയാൽ വീണ്ടും എഴുന്നേറ്റാൽ നിസ്കാരം ബാത്തിലാകുമോ? അല്ലെങ്കിൽ ആ സുജൂദിൽ തന്നെ നിൽക്കുകയാണ് വേണ്ടത്? ഒരു പ്രകാരം. അസ്സലാമു അലൈക്കും. എനിക്കൊന്നും മനസ്സിലായില്ല കേട്ടോ. ആദ്യം സംസാരിച്ച സുഹൃത്ത് വാട്സപ്പിലൂടെ നമ്മുടെ SCBയുടെ ആപ്ലിക്കേഷനിലൂടെ ലൈവ് TV-യിലൂടെ മർക്കസ് സമ്മേളനം കണ്ടതിന്റെ സന്തോഷം പങ്കുവച്ചു. അൽഹംദുലില്ലാഹ്. സന്തോഷം നമ്മളെ അറിയിക്കാൻ വേണ്ടി മാത്രമാണ് അദ്ദേഹം മെസ്സേജ് അയച്ചത്, അല്ലാതെ ചോദ്യങ്ങൾ ചോദിക്കാനല്ല. അൽഹംദുലില്ലാഹ്, സന്തോഷമുണ്ട്. അതൊക്കെ എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ഈ റേഡിയോ നമുക്ക് ലഭിക്കുന്നത്, ലൈവ് TV നമുക്ക് ലഭിക്കുന്നത്, നമ്മുടെ സൈറ്റ് നിലനിൽക്കുന്നത്, അങ്ങനെ SCBയുമായി ബന്ധപ്പെട്ട നമ്മൾ ഓരോരുത്തരും അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഈ സൗകര്യങ്ങളെല്ലാം നമുക്ക് നിലനിന്ന് കിട്ടുന്നത് നമ്മുടെ നിശബ്ദരായ ഒരുപാട് അഡ്മിൻ സുഹൃത്തുക്കളുടെ അശ്രാന്ത പരിശ്രമം കൊണ്ടാണ്. അവരങ്ങനെ മൈക്കിൽ വരാറില്ല, മൈക്കെടുക്കാറില്ല, കൂടുതൽ സംസാരിക്കാറില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ആർക്കും അവരെ അറിയില്ല. പക്ഷെ വളരെ നിശബ്ദമായി ഈ സേവനം നിലനിർത്തി തരുന്നതിന് വേണ്ടി അവർ കഠിനാധ്വാനം ചെയ്യുന്നുണ്ട് എന്ന വസ്തുത നമ്മൾ എപ്പോഴും മനസ്സിലാക്കുകയും ഇത്തരം സൗകര്യങ്ങൾ നമുക്ക് ലഭിക്കുമ്പോഴെങ്കിലും നമ്മൾ ചെയ്യുന്ന ആത്മാർത്ഥമായ ദുആയിൽ ആ പ്രിയപ്പെട്ട കൂട്ടുകാരെ കൂടി ഉൾപ്പെടുത്തണമെന്ന് വളരെ വിനീതമായി നിങ്ങളോടെല്ലാവരോടും ആവശ്യപ്പെടുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കെല്ലാം ഖൈറും ബറക്കത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മുടെ ശ്രോതാക്കളാകുന്ന നമ്മുടെ ക്ലാസ് റൂമിലൂടെയും അതുപോലെ തന്നെ റേഡിയോയിലൂടെയൊക്കെ നമ്മുടെ ശ്രോതാക്കളായ ഒരുപാട് സുഹൃത്തുക്കളുണ്ട്, ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുണ്ട്. അർഹമുർ റഹീമീനായ റബ്ബ് എല്ലാവർക്കും എല്ലാ പ്രയാസങ്ങളിൽ നിന്നും കുടുക്കുകളിൽ നിന്നും മോചനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ദുആ ചെയ്യുന്നു. ഇൻഷാ അല്ലാഹ് അവസാനം ഒന്നിച്ചു ദ്വാരക്കാം. അതിന്റെ കൂടെ ചോദിച്ച ആ ചോദ്യം നേരത്തെ ഒരു പെരുമഴ ചെയ്യുന്നത് പോലെയാണ് എനിക്ക് തോന്നിയത്. ആ ചോദ്യം മനസ്സിലായിട്ടില്ല, അതുകൊണ്ട് ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്താൽ കൊള്ളാം. വസ്ത്രത്തിൽ മറ്റേ നജസായിട്ട് അതിനോട് വുളൂ ചെയ്താൽ വുളൂ ശരിയാവുമോ? രണ്ടാമത്തെ ഒരു ചോദ്യം ഉള്ളത്, സുബഹിക്ക് നമ്മൾ കുനൂത്ത് ഓതുമ്പോൾ ജമാഅത്ത് നിസ്കരിക്കുമ്പോൾ കുനൂത്തിൽ അറിയാതെ നമ്മൾ സുജൂദിലേക്ക് പോയാൽ വീണ്ടും എഴുന്നേറ്റാൽ നിസ്കാരം ബാത്തിലാകുമോ? അല്ലെങ്കിൽ ആ സുജൂദിൽ തന്നെ നിൽക്കുകയാണ് വേണ്ടത്? ഒരു പ്രകാരം. അസ്സലാമു അലൈക്കും. ഏതായാലും ആ ചോദ്യം ആവർത്തിച്ചാലും നേരത്തെ പറഞ്ഞ അതേ ശബ്ദല്ലേ, അതുകൊണ്ട് അത് മനസ്സിലാകാൻ ഒന്നാമത്തെ ചോദ്യം എനിക്കൊന്നും മനസ്സിലായില്ല. രണ്ടാമത്തെ ചോദ്യം, സുബഹിയിലെ കുനൂത്ത് ഒഴിവാക്കി പോയിട്ട് മറന്നുപോയി സുജൂദിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ കുനൂത്തിലേക്ക് മടങ്ങാൻ പറ്റുമോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഒറ്റക്ക് നിസ്കരിക്കുന്നവൻ സുജൂദിൽ എത്തിക്കഴിഞ്ഞാൽ ഒരു കാരണവശാലും കുനൂത്ത് ഓതാൻ വേണ്ടി മടങ്ങാൻ പാടുള്ളതല്ല. അങ്ങനെ മടങ്ങിയാൽ നിസ്കാരം ബാത്തിലാവുന്നതാണ്. അതേ സ്ഥാനത്ത് ജമാഅത്തായി നിസ്കരിക്കുന്നവൻ മറന്നുകൊണ്ട് അങ്ങനെ പോയാൽ അയാള് മടങ്ങേണ്ടതാണ്. ഇമാമിലേക്ക് മടങ്ങാം. മനഃപൂർവ്വം പോയവന് മടങ്ങുകയും മടങ്ങാതിരിക്കുകയും ചെയ്യാം എന്നൊക്കെയാണ് നിയമം. ഏതായാലും ഒറ്റക്ക് നിസ്കരിക്കുന്ന സമയത്ത് കുനൂത്ത് ഓതാതെ പോയി അടുത്ത സുജൂദിലെത്തിക്കഴിഞ്ഞാൽ തീർച്ചയായും മടങ്ങാൻ പാടുള്ളതല്ല. കാരണം കുനൂത്ത് സുന്നത്താണ്, സുജൂദ് ഫറളാണ്. ഒരു സുന്നത്ത് വിട്ട് അടുത്ത ഫറളിൽ ചെന്നെത്തിയാൽ സുന്നത്തിന് വേണ്ടി ഫറള് മുറിക്കാൻ പാടില്ല എന്ന് നിയമമുണ്ട്. അത് മനസ്സിലാക്കേണ്ടതാണ്. ഓക്കെ. നജസ്സുള്ള വസ്ത്രം എടുത്ത് വുളൂ ചെയ്താൽ വുളൂ ശരിയാകുമോ എന്നാ ചോദിച്ചത്? ഓക്കെ. എനിക്കത് മനസ്സിലാകണ്ടേ. നജസ്സുള്ള വസ്ത്രം ധരിച്ച് വുളൂ എടുത്താൽ വുളൂ ശരിയാകുന്നതിന് തടസ്സമൊന്നുമില്ല കേട്ടോ. വസ്ത്രത്തിൽ നജസ്സുണ്ട് എന്ന കാരണം കൊണ്ട് വുളൂ ശരിയാകാതിരിക്കൂല. അതേ സ്ഥാനത്ത് അത് നനവുള്ള നജസ്സാണെങ്കിൽ അത് നമ്മുടെ ശരീരത്തിൽ തട്ടുകയും അതുമൂലം ശരീരം നജസ്സാവുകയും നിസ്കാരം ശരിയാകുന്നതിന് അത് തടസ്സം ഉണ്ടാക്കുകയും ചെയ്യും. അത് ഒക്കെ ശ്രദ്ധിക്കുകയും ശരീരത്തിൽ നജസ്സാകാത്ത വിധം ആ വസ്ത്രം മാറിയിട്ട് ശരീരത്തിൽ നജസ്സാകാത്ത വിധം സംരക്ഷിക്കുകയാണെങ്കിൽ അതിന് കുഴപ്പമൊന്നുമില്ല. ഏതായാലും വസ്ത്രത്തിൽ നജസ്സുണ്ട് എന്നത് വുളൂ ശരിയാകുന്നതിന് തടസ്സമല്ല. ഓക്കെ. മൈക്ക്. അസ്സലാമു അലൈക്കും. ഞാൻ UAE-യിൽ നിന്നാണ് വിളിക്കുന്നത്. ഞങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് മറ്റു മതസ്ഥരായ ആളുകൾ ഒന്നിച്ച് ജീവിക്കുന്നവരാണ്.
പെരുന്നാളിന് ഞങ്ങൾ അവർക്ക് മറ്റു മതക്കാർക്ക് ഞങ്ങൾ ഭക്ഷണം കൊടുക്കാറുണ്ട്. അതുപോലെ അവര് ക്രിസ്തുമസിന്, ഓണത്തിന് ഒക്കെ ഞങ്ങൾക്കും ഭക്ഷണം നൽകാറുണ്ട്. ആ ഭക്ഷണം ഞങ്ങൾക്ക് കഴിക്കാൻ പറ്റുമോ? ഉസ്താദിൽ നിന്ന് ഉത്തരം പ്രതീക്ഷിക്കുന്നു. അസ്സലാമു അലൈക്കും. എന്താ ഇപ്പൊ ഇതായത്? അവസാനം നല്ലൊരു കട്ട് വന്നല്ലോ. പെരുന്നാളിന് നമ്മൾ അങ്ങോട്ട് ഭക്ഷണം കൊടുക്കാറുണ്ട്, ക്രിസ്തുമസിന് നമുക്ക് ഇങ്ങോട്ട് ഭക്ഷണം തന്നാൽ അത് സ്വീകരിക്കാൻ പറ്റുമോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതായാലും പണ്ഡിതന്മാർക്ക് അഭിപ്രായ വ്യത്യാസമുള്ള ഒരു വിഷയമാണത്. സ്വീകരിക്കാതിരിക്കാൻ സാധിക്കുമെങ്കിൽ അതാണ് നല്ലത്. അതേ സ്ഥാനത്ത് നമ്മുടെ നാട്ടിലെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ നമ്മൾ ആ ആഘോഷം ചെയ്യുന്നില്ല, നമ്മൾ ആ ആഘോഷത്തിന് സപ്പോർട്ടും ചെയ്യുന്നില്ല. അതേ സ്ഥാനത്ത് അവർ ഒരുക്കിയ സദ്യയിൽ നിന്ന് നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാകുമ്പോൾ അതായത് ഇതിൽ ഒരു അമുസ്ലിമിന്റെ സദ്യ സ്വീകരിക്കുന്നതിനല്ല നമുക്ക് വിരോധം. അതേ സ്ഥാനത്ത് നമുക്ക് മതപരമായി അനുവദിക്കപ്പെട്ടിട്ടില്ലാത്ത ആഘോഷങ്ങൾ ചെയ്യുന്നതിനാണ് വിരോധം ഏർപ്പെടുത്തിയിട്ടുള്ളത്. അതുകൊണ്ട് അത്തരം ആഘോഷങ്ങൾ നമ്മൾ ചെയ്യാതെ വെറും ഒരു സദ്യ അവര് നമുക്ക് നൽകുമ്പോൾ അത് സ്വീകരിക്കുന്നതിന് മാത്രം തെറ്റുണ്ട് എന്ന് പറയാൻ വയ്യ. അതേ സ്ഥാനത്ത് അതും ഒഴിവാക്കേണ്ട കാര്യമായി പറഞ്ഞ പണ്ഡിതന്മാരുമുണ്ട്. ആഘോഷത്തിൽ ആ വിധേനയും പങ്കാളികളാകുന്നത് ശരിയല്ല എന്ന കാഴ്ചപ്പാടിൽ നിന്നാണ് അങ്ങനെ പറയുന്നത്. ഓക്കെ, ഹലോ, അസ്സലാമു അലൈക്കും. ഈ STV റേഡിയോന്റെ പുതിയ ഈ പ്രോഗ്രാം ഉണ്ടല്ലോ, സോഫ്റ്റ്വെയർ, അത് ഭയങ്കര ബുദ്ധിമുട്ട്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ഞാൻ വയനാട്ടിലാണ്. എൻ്റെ പേര് ആബിദാണ്. ഇപ്പൊ ഞാനുള്ളത് സൗദിയിലാണ്. എനിക്ക് രണ്ട് സംശയം എന്റെ മനസ്സിൽ ഇങ്ങനെ കുറച്ച് ദിവസമായി. അപ്പൊ അതിന് അതിന് ശരിയായൊരു മറുപടി കിട്ടുകയാണെങ്കിൽ കൊള്ളായിരുന്നു എന്നൊരാഗ്രഹമുണ്ട്. എന്റെ സംശയം ഒന്നതാണ്, നമ്മളെ കൂട്ടുന്ന ഒരാൾ മരണപ്പെട്ടു പോയാല് നമ്മൾ 14, 7, 40 കഴിക്കാറുണ്ട്. എല്ലാം ഞാൻ അംഗീകരിക്കുന്ന ഒരാളാണ്. ഞാൻ എൻ്റെ ചെറുപ്പം മുതലേ ഞാൻ കാന്തപുരം ഉസ്താദിന്റെ കീഴിലാണ്. ഞാൻ എൻ്റെ എല്ലാം ജീവിതം വരെ ഇന്നും ഈ സമയം വരെ ഞാൻ കാന്തപുരം ഉസ്താദിന്റെ പിന്നിലായിട്ട് അണിഞ്ഞിട്ടാണ് ഞാൻ എല്ലാ കാര്യങ്ങളും. ഞാൻ ഏപ്പിന്റെ വിഭാഗത്തിലാണ്. ഞാൻ ചുരുക്കി പറഞ്ഞാല് ഏപ്പിന്റെ ആദർശം അതാണ് എനിക്ക് എൻ്റെ മാതൃക. ഞാൻ പിന്തുടർന്ന് ജീവിക്കുന്നത് അതുകൊണ്ടാണ്. പക്ഷെ എന്റെ സംശയം എന്താ വെച്ചാല്, നമ്മളെ കൂടുന്ന ഒരാൾ മരണപ്പെട്ടു പോയാല് നമ്മൾ 7, 3 കഴിക്കാറുണ്ട്. അപ്പൊ നമ്മൾ 3, 7 നമ്മൾ മൗലൂദോതും യാസീനോതും എല്ലാം ഞാൻ അംഗീകരിക്കുന്ന ഒരാളാണ്. പക്ഷെ എനിക്കൊരു സംശയം എന്താ വെച്ചാല്, നമ്മൾ ഈ 3, 7 പ്രത്യേകിച്ച് 3 അന്ന് ആ മരിച്ച ആളെ കബർന്ന് ആ മനുഷ്യന്റെ കണ്ണ് കൊയ്യുന്ന ദിവസമാണ്, കണ്ണൂക്കിന്റെ ദിവസമാണ്. അപ്പൊ ആ കണ്ണ് കൊയ്യുന്ന സമയത്തുള്ള അതാപം, അതിന്റെ വേദനയും കാര്യങ്ങളും ആ മയ്യത്ത് എങ്ങനെയാണോ അനുഭവിക്കുന്നത് അൽഹംദുലില്ലാഹ് ഇൻഷാ അല്ലാഹ് നമുക്ക് ആർക്കും അറിയില്ല. അതിന്റെ വേദനയൊക്കെ പടച്ച തമ്പുരാനക്ക് മാത്രമേ അറിയുള്ളൂ. എന്തായാലും വളരെ വ്യസനമായ ഒരു ഘട്ടമാണ് ആ ഘട്ടം. ആ ദിവസം നമ്മൾ പുരയെ കഴിക്കുമ്പോൾ ബിരിയാണി, അതുപോലെ തേങ്ങാച്ചോറ്, ഇറച്ചിയൊക്കെ വെച്ചിട്ട് നമ്മളൊരു ആഡംബരമായിട്ട് കഴിക്കുന്നത് കാര്യത്തിൽ എനിക്കൊരു താല്പര്യക്കുറവുണ്ട്. എന്താണ് അതിന്റെ അഭിപ്രായം നിങ്ങൾക്ക് പറയാനുള്ളത്? അത് മൗലൂദ് ഓതാം, നമുക്ക് സാധാരണ ഒരു ഭക്ഷണം വെച്ചിട്ട് 4 ആൾക്ക് കൊടുത്ത് ഭക്ഷണം കൊടുക്കുക, അതൊക്കെ നമുക്ക് നല്ലൊരു കാര്യമാണ്. പക്ഷെ അന്നൊരു ആഡംബരമായിട്ടൊരു ബിരിയാണി, ഒരു തേങ്ങാച്ചോറ് അല്ലെങ്കിൽ കോഴി ഇറച്ചിയൊക്കെ വെച്ചിട്ട് ഒരു ആഡംബരമായിട്ടൊരു ഭക്ഷണം, ആ മനുഷ്യനെ ആ കവർന്ന് വെക്കുന്ന അസാബിന്റെ ആ ദിവസം നമ്മളൊരു നല്ലൊരു ഭക്ഷണം, നമ്മളൊരു ബിരിയാണിയെ കഴിച്ചിട്ട് ഒരു ഹാപ്പി ആവുന്നതിനോട് എനിക്കൊരു താല്പര്യക്കുറവുണ്ട്. അതെന്താ നിങ്ങളുടെ അഭിപ്രായം? എനിക്ക് കിട്ടുകയാണെങ്കിൽ ഒരു ഉപകാരമായിരുന്നു. രണ്ടാമത്തെ എന്റെ ഒരു ചോദ്യം എന്താന്ന് വിചാരിച്ചാല്, ഞാനൊരു പ്രവാസിയാണ്, എല്ലാം അറിയുന്ന ഒരാൾ എന്നാണ്, അതിനെ കുറിച്ച് അറിയാൻ ആവശ്യം. എന്തായാലും ഞാൻ പറയുന്നത് വെച്ചാല്, ഒരു പ്രവാസിയാട്ടെ എന്തോ ആവട്ടെ, ഒരു ഭാര്യന്റെ അടുത്തിൽ നിന്ന് ഒരു ഭർത്താവിന് വിട്ടു നിൽക്കാനുള്ള സമയം ഇസ്ലാം അനുവദിച്ചത് 4 മാസമാണ്. ഞാൻ പഠിച്ചത് അങ്ങനെ തന്നെ ആയിരിക്കും എന്ന് വിചാരിക്കുന്നത് തെറ്റായിട്ടാ തോന്നണേ. 4 മാസമാണ്. ഉമർ ഫാറൂഖിന്റെ കാലത്താണ് അത് വന്നതെന്നും ഞാൻ ഓർക്കണേ. 4 മാസത്തിന് കൂടുതൽ വിട്ടു നിൽക്കാൻ പാടില്ല ഭാര്യനെ. അതിന്റെ മുമ്പായിട്ട് നിങ്ങളെല്ലാവരും കച്ചവടത്തിന് എന്തിനു പോവാണെങ്കിലും ഭാര്യന്റെ അടുത്ത് വരണം എന്ന് ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ ഇസ്ലാം പറഞ്ഞ ഈ ഒരു വാക്ക് ഞാൻ
കൂടുതലായിട്ടും ഒരു മൗലവിമാരെ പക്കൽ നിന്നോ അല്ലെങ്കിൽ അത് വേണ്ടപ്പെട്ട ആൾക്കാരിൽ നിന്നോ ഒരു ഈ പ്രവാസികൾക്കായിട്ടോ അല്ലെങ്കിൽ വിട്ടു നിൽക്കുന്ന ആൾക്കാർക്ക് ഒരു ക്ലാസ് കൊടുക്കുന്നതായിട്ട് ഞാൻ കേട്ടിട്ടില്ല. അതിന്റെ കാരണം എന്താണെന്ന് എനിക്കറിയില്ല. ഞാൻ വിചാരിക്കുന്നത്, ഞാൻ കരുതുന്നത് എന്താ വെച്ചാല്, കാരണം ഇപ്പൊ നമ്മളെ ഇന്ത്യയിലെ അല്ലെങ്കിൽ കേരളത്തിൽ എവിടെ ആയാലും നമ്മളെ ഓരോ സ്ഥാപനങ്ങൾ തുടങ്ങുന്നതും പിന്നെ എന്തൊക്കെ നമ്മളെ ഇന്ത്യയിൽ നമുക്ക് മതപരമായിട്ടോ ഭൗതികമായിട്ടോ എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും അതിന്റെ ഒക്കെ ഒരു വിഹിതം പ്രവാസികളും വഹിക്കുന്നുണ്ട്, ഉറപ്പാണ്. അപ്പൊ ഇത് പറഞ്ഞ പ്രവാസികൾക്ക് എങ്ങാനും ബോധം വന്ന് അവരൊക്കെ ഗൾഫ് നിർത്തി നാട്ടിൽ വന്നാൽ ഈ വരുമാനമൊക്കെ കുറയുമല്ലോ എന്ന് വിചാരിച്ചാണോ ഇത് പറയാത്തത്? ഞാൻ കൂടുതൽ വേദികളിൽ ഇത് പറയുന്നത് ഞാൻ കേട്ടിട്ടില്ല. അതെന്താണ് പറയാത്തതെന്നും എനിക്കൊരു സംശയമുണ്ട്. അപ്പൊ അത്ര ഉള്ള എന്റെ സംശയം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. ഏതായാലും 2 ചോദ്യങ്ങൾ പറഞ്ഞു തീർക്കാൻ ഒരുപാട് സമയമെടുത്തു. അതുകൊണ്ട് വാട്സപ്പിൽ ചോദ്യങ്ങൾ അയക്കുന്ന സുഹൃത്തുക്കളോട് ചോദ്യങ്ങൾ വളരെ ചുരുക്കി അവതരിപ്പിക്കണമെന്ന് വിനീതമായി ആവശ്യപ്പെടുകയാണ്. ഈ 2 ചോദ്യങ്ങൾ ഒന്നിച്ചു ചോദിക്കുമ്പോൾ ഒന്നാമത്തെ ചോദ്യത്തിന്റെ മറുപടി ഞാൻ ആദ്യം പറയാം. മരണപ്പെട്ട വ്യക്തിക്ക് വേണ്ടി അദ്ദേഹം മരിച്ച 3-ാമത്തെ ദിവസം നമ്മുടെ വീടുകളിൽ ചില പരിപാടികൾ നടത്താറുണ്ട്. അപ്പൊ അത്തരം പരിപാടികളിൽ ഉണ്ടാക്കുന്ന നല്ല ഭക്ഷണം ആ സാഹചര്യത്തോട് യോജിച്ചതല്ലല്ലോ. മരണപ്പെട്ടവർ ഖബറിൽ അനുഭവിക്കുന്ന വിഷമകരമായ സാഹചര്യത്തിന്റെ ഇടയിൽ നമ്മൾ അങ്ങനെ അതിഗംഭീരമായ ഒരു ആഘോഷം നടത്തുന്നത് ശരിയാണോ എന്നാണ് സുഹൃത്ത് ചോദിച്ചിട്ടുള്ളത്. നല്ലൊരു ചോദ്യമാണ്. ആഘോഷം എന്തായാലും ശരിയല്ല. പക്ഷേ മരിച്ചതിന്റെ 3-ാം ദിവസമായാലും 7-ാം ദിവസമായാലും 14-ാം ദിവസമായാലും ഇനി അതിന്റെ ഇടക്ക് 10-ാം ദിവസമോ 8-ാം ദിവസമോ 15-ാം ദിവസമോ 20-ാം ദിവസമോ എന്നായാലും ഏത് ദിവസമായാലും ആ വീട്ടുകാർ ഏതെങ്കിലും ഒരു നല്ല കാര്യം ആ മയ്യത്തിനെ ഉദ്ദേശിച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ അത് മയ്യത്തിന്റെ ഖബറിൽ അനുഭവിക്കുന്ന വിഷമങ്ങൾക്ക്, പ്രയാസങ്ങൾക്ക് ആശ്വാസം കൊടുക്കാനുള്ള മരുന്നാണ്. ഞാൻ നിങ്ങൾക്ക് നല്ലൊരു ഉദാഹരണം പറഞ്ഞുതരാം. ഹോസ്പിറ്റലിൽ അസുഖമായി കിടക്കുന്ന ഒരു രോഗിയുണ്ട് നമ്മുടെ കുടുംബത്തിൽ എന്നിരിക്കട്ടെ. അള്ളാഹു നമുക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകി അനുഗ്രഹിക്കട്ടെ. ആ രോഗി വളരെ പ്രയാസപ്പെട്ട് ഹോസ്പിറ്റലിലെ കട്ടിൽ ഇങ്ങനെ കിടക്കുകയാണ്. അങ്ങനെ കിടക്കുന്ന സമയത്ത് അദ്ദേഹം അനുഭവിക്കുന്ന വേദന ഓർത്ത് നമുക്ക് മനസ്സിന് നല്ല പ്രയാസമുണ്ട്. ഈ മനസ്സിന്റെ പ്രയാസവും ദുഃഖവും അതിങ്ങനെ ഓർത്ത് സഹിച്ച് വിഷമിച്ച് ഇരിക്കുന്നതാണോ കാര്യം? അതല്ല ആ സമയത്ത് നമ്മളെ വിഷമമൊക്കെ അങ്ങ് മറന്ന് ആ രോഗിയെ അദ്ദേഹം ട്രീറ്റ് ചെയ്ത് ചികിത്സിച്ച് അദ്ദേഹത്തെ രക്ഷപ്പെടുത്താനുള്ള എന്തൊക്കെ വഴികളുണ്ടോ അത് സ്വീകരിക്കാൻ വേണ്ടി ഓടി നടക്കലാണോ നല്ലത്? ഏതാ നമ്മളപ്പോ ചെയ്യേണ്ടത്? നമ്മൾ വിഷമിച്ച് ആ രോഗി ഇങ്ങനെ വിഷമിക്കുമ്പോൾ ഞാനിങ്ങനെ പുറത്തിറങ്ങി ഓടുന്നത് ശരിയില്ല എന്ന് പറഞ്ഞ് ഇരിക്കുകയാണോ വേണ്ടത്? അല്ലല്ലോ. അപ്പൊ ആ രോഗിക്ക് ആശ്വാസം കിട്ടാൻ നമ്മൾ എന്താണോ ചെയ്യേണ്ടത് അതാണ് കൊടുക്കേണ്ടത്. അതുപോലെ ഖബറിൽ കിടക്കുന്ന ആൾക്ക് ഇന്ന് ഖബറിൽ ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ലോ എന്ന് ആലോചിച്ച് നമ്മൾ ഇങ്ങനെ നെടുവീർപ്പിടുകയാണോ വേണ്ടത്? അതല്ല. ആ ഖബറിൽ കിടക്കുന്ന വ്യക്തിക്ക് ആശ്വാസം ലഭിക്കാനുള്ള എന്തെങ്കിലും മരുന്ന് നമ്മൾ കൊടുക്കുകയാണോ വേണ്ടത്? മെഡിക്കൽ കോളേജ് കൊടുക്കുന്ന രോഗിക്ക് മരുന്ന് നമുക്ക് കൊണ്ടുപോയി കൊടുക്കാൻ കഴിയുമെങ്കിൽ ഖബർക്ക് നമുക്ക് മരുന്ന് കൊണ്ടുപോയി കൊടുക്കാൻ കഴിയൂല. മനസ്സിലായോ? ഖബർക്ക് നമുക്ക് കഴിയുന്നത് പരിശുദ്ധ ഖുർആൻ ഓതിയിട്ട് ഹദിയ ചെയ്യുക, ദുആ ചെയ്യുക, ദിക്ർ ചൊല്ലിയിട്ട് ദുആ ചെയ്യുക, ആ മയ്യത്തിന് വേണ്ടി സദഖ കൊടുക്കുക. സദഖകളുടെ കൂട്ടത്തിൽ പരിശുദ്ധ ഇസ്ലാം 1-ാം നമ്പറായി എണ്ണിയിട്ടുള്ള സദഖയാണ് ഭക്ഷണം കൊടുക്കല്. അതുകൊണ്ട് ഭക്ഷണവും കൊടുക്കുക. ആ ഭക്ഷണം ഇങ്ങനെ വീട്ടുകാർ വല്ല റാഹത്ത് തിന്നിട്ട് അങ്ങനെ ഇരിക്കുക എന്നുള്ളതല്ല. ആ നാട്ടിലെ പാവപ്പെട്ടവരടങ്ങുന്ന ജനവിഭാഗങ്ങളെ വിളിച്ചു വരുത്തി അവർക്ക് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കുക. ആ ഭക്ഷണം കുറച്ച് നല്ല ഭക്ഷണമായാല് അൽഹംദുലില്ലാഹ് ഓർക്ക് കൂടുതൽ സന്തോഷം ഉണ്ടാവും. മുഅ്മിനീങ്ങളുടെ കൽബിൽ കൂടുതൽ സന്തോഷം ഉണ്ടാകുമ്പോൾ അതിനനുസരിച്ച് അല്ലാഹു തആല അതിന് പ്രതിഫലവും കൊടുക്കും. അങ്ങനെയാണല്ലോ. അതേ സ്ഥാനത്ത് ആ അനാവശ്യമായി നമ്മൾ ഇങ്ങനെ അന്ന് ദുഃഖമാണ് എന്ന് പറഞ്ഞിരുന്നത് കൊണ്ട് നമ്മുടെ മയ്യത്തിന് ഖബറിൽ രക്ഷപ്പെടാൻ പറ്റിയ യാസീൻ കിട്ടൂല, ഖുർആനൂത്ത് കിട്ടൂല, ദിക്ർ കിട്ടൂല, അതുപോലെ തന്നെ അന്നദാനം ചെയ്തതിന്റെ പ്രതിഫലവും കിട്ടൂല. അതുകൊണ്ട് അത്തരം പ്രതിഫലങ്ങൾ ഖബറിലേക്ക് എത്തിക്കാനുള്ള ശ്രമമാണ് നടത്തേണ്ടത്. ഏതായാലും ചെറുപ്പുസ്താദ് ഇവിടെ അടിച്ചതുപോലെ 3-ാമത്തെ ദിവസം മയ്യത്തിന്റെ കണ്ണ് പോകുമെന്ന് പറഞ്ഞു.
കണ്ണു പോകുന്ന സമയത്ത് മയ്യത്തിന് ഭയങ്കര വേദന ഉണ്ടാവുന്നൊക്കെ നമ്മൾ പറഞ്ഞല്ലോ. അതൊക്കെ തെളിയിക്കപ്പെടേണ്ട മറ്റൊരു സംഗതിയാണ്. ഏതായാലും വേദന ഉണ്ടാകൂല്ലേ എന്നൊന്നും ഇപ്പൊ നമുക്ക് പറയാൻ പറ്റൂല. പക്ഷെ ആ വേദനയല്ല അവിടുത്തെ വേദന. ഖബറിന്റെ അദാബ്, ഖബറിന്റെ ഫിത്ന, ഖബറിൽ ഉണ്ടാകുന്ന മറ്റു പ്രശ്നങ്ങൾ, അതാണ് ഖബറിലെ വേദന. ആ വേദനയിൽ നിന്ന് മയ്യത്ത് രക്ഷപ്പെടാൻ ആവശ്യമായത് ചെയ്യുകയാണ് ആ മയ്യത്തിന് വേണ്ടി വീട്ടുകാർക്ക് ചെയ്യാൻ സാധിക്കുന്നത്. അത് പരിശുദ്ധ ഖുർആൻ ഓതിയിട്ടും ദിക്ർ ചൊല്ലിയിട്ടും ദുആ ചെയ്തിട്ടും മയ്യത്തിന് വേണ്ടി, മയ്യത്തിന് കൂലി കിട്ടാൻ വേണ്ടി ഭക്ഷണം വിതരണം ചെയ്തിട്ടും മറ്റു ദാനധർമ്മങ്ങൾ ചെയ്തിട്ടുമൊക്കെയാണ്. ഏത് തരത്തിലുള്ള ദാനധർമ്മങ്ങളാണെങ്കിലും മയ്യത്തിന് വേണ്ടി ചെയ്താൽ അത് മയ്യത്തിന് കിട്ടുമെന്ന വിഷയത്തിൽ മുസ്ലിം ലോകത്ത് രണ്ടഭിപ്രായമില്ല. എല്ലാ പണ്ഡിതന്മാരും ഒറ്റ വാക്കിൽ പറഞ്ഞിട്ടുള്ള വിഷയമാണത്. മനസ്സിലായോ? അതേപോലെ തന്നെ ഖുർആൻ ഓതിയിട്ട് ദുആ ചെയ്താലും മയ്യത്തിന് കിട്ടും എന്ന വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസം ഒരു മദ്ഹബിലും ഇല്ല. അതേസമയത്ത് ദുആ ചെയ്യാതെ മയ്യത്തിന് ഹദിയ എന്ന് ഉദ്ദേശിച്ചുകൊണ്ട് പരിശുദ്ധ ഖുർആൻ ഓതുക മാത്രം ചെയ്താൽ അതിന്റെ പ്രതിഫലം മയ്യത്തിന് കിട്ടുമോ ഇല്ലയോ എന്ന വിഷയത്തിൽ പണ്ഡിതന്മാർക്ക് രണ്ടഭിപ്രായമുണ്ട്. 3 ഇമാമിയങ്ങളും അതുകൊണ്ട് കിട്ടും എന്ന് പറയുമ്പോൾ ഷാഫി ഇമാമ പറയുന്നത് ഹദിയ ചെയ്തത് കൊണ്ട് മാത്രം കിട്ടൂല, നേരെ മറിച്ച് ദുആ ചെയ്യുക കൂടി വേണം എന്നാണ്. നമ്മുടെ നാട്ടിൽ മയ്യത്തിന് വേണ്ടി ഖുർആൻ ഓതിയാൽ ദുആ കൂടി ചെയ്യാറുണ്ട്. അപ്പൊ ഏത് അഭിപ്രായ പ്രകാരവും മയ്യത്തിന് പ്രതിഫലം കിട്ടുന്ന രീതിയാണത്. മാത്രമല്ല പുത്തൻവാദികളുടെ നേതാവായ ഇബ്നു തൈമിയ്യയോട് മരിച്ച് ഏതാനും ദിവസം കഴിഞ്ഞാൽ മയ്യത്തിന് വേണ്ടി 70,000 ദിക്ർ ചൊല്ലുന്ന സമ്പ്രദായമുണ്ട്, അത് മയ്യത്തിന് കിട്ടുമോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി 70,000 ചൊല്ലിയാലും കിട്ടും, അതിന്റെ താഴെ ചൊല്ലിയാലും കിട്ടും, അതിന്റെ മേലെ ചൊല്ലിയാലും കിട്ടും. അത്തരം ദിക്റുകൾ മയ്യത്തിന് ഉപകരിക്കുമെന്ന് ഹദീസിൽ വന്നിട്ടുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അപ്പൊ മുസ്ലിം ലോകത്ത് സർവാംഗീകാരമുള്ള ഒരു നിയമമാണത്. നമ്മുടെ നാട്ടിലെ ഏതാനും പുത്തൻവാദികൾ മാത്രമാണ് മറ്റു പല വിഷയങ്ങളിലും ഉള്ളതുപോലെ ഈ വിഷയത്തിലും എതിര് പറഞ്ഞിട്ടുള്ളത്. അല്ലാഹു തആല കാര്യങ്ങൾ ഉൾക്കൊള്ളാനുള്ള തൗഫീഖ് നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പിന്നെ നിങ്ങൾ പറഞ്ഞ രണ്ടാമത്തെ ഒരു വിഷയം, ചോദ്യം കുറച്ച് നീണ്ടതുകൊണ്ട് മറുപടി കുറച്ച് നീണ്ടുപോയതാണ്. രണ്ടാമത്തെ വിഷയം, വിദേശത്ത് ജോലി ചെയ്യുന്ന ആളുകളോട് വീട്ടിൽ പോകാൻ പറയാത്തത് എന്തുകൊണ്ടാണ് എന്നാ. ഇവിടെ രണ്ടാമൊരു കാര്യം പറയേണ്ടി വരും. നിങ്ങൾ അതിന് ചില കാരണങ്ങൾ മനസ്സിലാക്കുകയാണ്. ആ കാരണങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുന്നിടത്ത് നിങ്ങൾക്ക് അങ്ങനെ ഒന്നുണ്ട് എന്ന് ഞാൻ പറയുന്നില്ലെങ്കിലും ആ കാരണങ്ങൾ മനസ്സിലാക്കുന്നിടത്ത് ഒരല്പം വക്രബുദ്ധി ഉണ്ട് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. എല്ലാ കാര്യങ്ങളെയും അങ്ങനെ ഉണ്ടല്ലോ, എല്ലാ കാര്യങ്ങളെയും വളഞ്ഞു ചിന്തിക്കുന്നതിനാണ് വക്രബുദ്ധി എന്ന് പറയുന്നത്. സത്യത്തിൽ നമ്മുടെ നാട്ടിലെ അവസ്ഥ ഇപ്പം എന്താ? നാട്ടിൽ തൊഴിലില്ലാതെ കഷ്ടപ്പെടുന്ന ആളുകളോട് നിങ്ങൾ വിദേശത്ത് പോകരുത് എന്ന് പറയാൻ നമുക്ക് പറ്റുമോ? ഇല്ല. വിദേശത്ത് പോയാൽ തന്നെ 4 മാസം കൂടുമ്പോൾ പുരയ്ക്ക് വരണമെന്ന് എല്ലാവരോടും പറയാൻ പറ്റുമോ? ഇല്ല. അതേ സ്ഥാനത്ത് നമ്മൾ നമ്മുടെ കഴിവിന്റെ പരമാവധി സൗകര്യം ഉണ്ടാക്കാനും ഭാര്യമാരെ കൂടെ താമസിപ്പിക്കാനുമുള്ള സാഹചര്യം ഉണ്ടാക്കണം. അത് ഉസ്താദുമാർ ധാരാളം പ്രസംഗങ്ങളിൽ പറയുന്നത് ഗൾഫുകാരനല്ലാത്ത ഞാൻ പോലും പലപ്പോഴും കേട്ടിട്ടുണ്ട്. പിന്നെ നിങ്ങൾ കേട്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ അത് എന്തോ നിങ്ങളത് അത്തരം പ്രസംഗങ്ങളുടെ ഭാഗത്തേക്ക് പോയിട്ടുണ്ടാവില്ല, നിങ്ങളുടെ ശ്രദ്ധയിൽ അത് പെട്ടിട്ടുണ്ടാവില്ല. അതുകൊണ്ടാണിത്. അത് പലപ്പോഴും പറയാറുണ്ട്. രണ്ടാമത്തെ ഒന്ന്, അത്തരം സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ ഭർത്താവും ഭാര്യയും ക്ഷമിക്കാൻ സ്വീകരിക്കേണ്ടത് നടപടികളെ കുറിച്ച് നമ്മുടെ ആലിമീങ്ങൾ വളരെ നന്നായി പറയുകയും അത് പ്രസംഗിക്കുകയും അത് ക്ലാസ് എടുക്കുകയും എല്ലാം ചെയ്യാറുണ്ട്. ഏതായാലും നാട്ടിൽ പോകണം എന്ന് ആഗ്രഹിക്കാത്ത ഒരു പുരുഷനും ഉണ്ടാവൂല, പെണ്ണുങ്ങളെ കൊണ്ട് ഇടങ്ങാറായ ഏതാനും ആളുകൾ ഒഴികെ. അതേ സ്ഥാനത്ത് നാട്ടിൽ ഭർത്താവ് വരണമെന്ന് ചിന്തിക്കാത്ത ഒരു പെണ്ണും ഉണ്ടാവില്ല, ഭർത്താക്കന്മാരെ കൊണ്ട് ഇടങ്ങാറായ ഏതാനും പെണ്ണുങ്ങൾ ഒഴികെ. അവർക്ക് വരുന്നറിയുമ്പോഴാണ് എന്ത് ബേജാറുണ്ടാകുക. അപ്പോ ഏതായാലും ശരിയാ, കേൾവിക്കാർ ഉസ്താദ് പറഞ്ഞ പോലെ ഈ ചോദ്യം ചോദിക്കുന്ന ആളും ഇപ്പൊ വിദേശത്താണുള്ളത്. അദ്ദേഹം 4 മാസം കൂടുമ്പോ വീട്ടിക്ക് പോകാൻ കഴിയാത്തത് എന്തുകൊണ്ടാണെന്ന് അദ്ദേഹത്തിന് തന്നെ അറിയാലോ. അദ്ദേഹത്തിന് തന്നെ അറിയാം. അപ്പോ നമ്മളൊരു വിഷയം പറയുമ്പോൾ അതിന്റെ മസ്അല മാത്രം പറയുക എന്നുള്ളതല്ല, അതിന്റെ പ്രായോഗികത കൂടി പഠിച്ചിട്ട് വേണം കാര്യങ്ങൾ പറയാൻ. ഇവിടെ ഉമർ റളിയല്ലാഹു അൻഹു അത് പറഞ്ഞത് ഭരണാധികാരിയാണ്, അത് സൈന്യത്തോടാണ് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുള്ളത്. അതിന് രാജ്യത്തിന് വേണ്ടി ജോലി ചെയ്യുന്ന സൈന്യത്തോട് നിങ്ങൾ 4 മാസം കൂടുമ്പോൾ നാട്ടിൽ പോയി വരണമെന്ന് സൈന്യാധിപന് പറയാമല്ലോ. അതേ സ്ഥാനത്ത് നമ്മുടെ നാട്ടിൽ നിന്ന് വിദേശത്ത് ജോലിക്ക് പോയി നിൽക്കുന്ന ആളുകളോട് വഴലും പ്രസംഗവും എത്ര നടത്തിയാലും അവരുടെ തൊഴിലുടമ സമ്മതിച്ചെങ്കിലേ അവർക്ക് നാട്ടിലേക്ക് പോരാൻ പറ്റൂ.
ഇവിടെ നേരത്തെ പറഞ്ഞപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു ആണിത് പറയേണ്ട ആള് പറഞ്ഞപ്പോ അവർക്ക് പോരുന്നത് പ്രായോഗികമായി എളുപ്പമായി. അതേ സമയത്ത് ഇവിടെ നമ്മൾ വയലുന്നത് കൊണ്ട് മാത്രം പ്രായോഗിക തലത്തിൽ നടപ്പിൽ വരുത്താൻ പറ്റിയ ഒരു സംഗതിയല്ല അത് എന്ന് മനസ്സിലാക്കുകയും അള്ളാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ വിദേശത്തും നാട്ടിലുമായി കഴിയുന്ന എത്രയോ കുടുംബാംഗങ്ങളുണ്ട്. അള്ളാഹു എല്ലാവർക്കും ക്ഷമയും ആഫിയത്തും സന്മനസ്സും തഖ്വയും ഈമാനും നൽകി എല്ലാ അപകടങ്ങളിൽ നിന്നും ബുദ്ധിമുട്ടുകളിൽ നിന്നും കണിവലകളിൽ നിന്നും രക്ഷപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ദുആ ചെയ്ത് അടുത്ത ചോദ്യത്തിന് വേണ്ടി മൈക്ക് റിലീസ് ചെയ്യുന്നു. ഹലോ, അസ്സലാമു അലൈക്കും. എന്റെ ഒരു സംശയം, പുരുഷൻ ഔറത്ത് മറക്കുമ്പോൾ ഒരൊറ്റ വസ്ത്രം കൊണ്ടാവൽ നിർബന്ധമുണ്ടോ, ഷർത്തുണ്ടോ? അഥവാ അവന്റെ ഔറത്ത് പാന്റ് ധരിച്ച് പിന്നെ മറ്റു ബനിയൻ കൊണ്ടോ ഷർട്ട് കൊണ്ടോ അവന്റെ പൊക്കിൾ മറഞ്ഞാൽ മതിയോ? അല്ലെങ്കിൽ അവൻ ധരിച്ച തുണിക്ക് ദ്വാരമുണ്ടെങ്കിൽ അത് ഉള്ളിലെ വസ്ത്രം കൊണ്ട് മറഞ്ഞാൽ മതിയോ? ഉസ്താദുമാരിൽ നിന്ന് മറുപടി പ്രതീക്ഷിക്കുന്നു. ദുആവസിയത്തോടെ അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. ഔറത്ത് മറക്കുന്നിടത്ത് ശ്രദ്ധിക്കേണ്ട നിബന്ധനകൾ ഞാനങ്ങ് പറയാം. അപ്പൊ എന്തൊക്കെയാണ് വേണ്ടത് എന്ന് മനസ്സിലാവും. അതിന്റെ അപ്പുറത്തുള്ളതൊന്നും വേണ്ടാന്നും മനസ്സിലാവും. ഒന്ന്, ഔറത്ത് മറക്കുന്നത് തൊലിയുടെ നിറം കാണാത്ത കട്ടിയുള്ള വസ്ത്രം കൊണ്ടായിരിക്കണം. അപ്പോ നേരിയ തൊലിയുടെ നിറം കാണുന്ന തരത്തിൽ ലൈറ്റ് വസ്ത്രം കൊണ്ട് ഔറത്ത് മറച്ചാൽ ശരിയാകില്ല. രണ്ടാമത്തെ കാര്യം, ഒരു വസ്ത്രം കൊണ്ടായിരിക്കണം എന്നില്ല, നേരെ മറിച്ച് ചുറ്റുഭാഗത്തു നിന്നും മുകൾ ഭാഗത്തു നിന്നും മറച്ചിരിക്കണം. അതാണ് നിബന്ധന. ചുറ്റുഭാഗത്തുനിന്നും മറയണം, മുകൾ ഭാഗത്തുനിന്നും മറയണം, താഴ്ഭാഗത്തുനിന്ന് മറയണം എന്നില്ല. നമ്മുടെ തുണിയുടെ താഴ്ഭാഗം തുറന്നു കിടക്കലാണ്. അതേ സ്ഥാനത്ത് മുകൾ ഭാഗത്ത് അവിടെ കെട്ടുന്നത് കൊണ്ട് അവിടെ മറയും. ചുറ്റുഭാഗത്തും എവിടെയും വിടവില്ലാത്ത രീതിയിൽ മറയണം. ചുറ്റുഭാഗത്ത് എവിടെയെങ്കിലും വിടവുള്ള രീതിയിൽ ഉണ്ടായാൽ ഔറത്ത് മറഞ്ഞതായി പരിഗണിക്കപ്പെടാൻ പറ്റില്ല. അതേ സ്ഥാനത്ത് മുകൾ ഭാഗത്ത് മറയണം എന്ന് പറഞ്ഞല്ലോ, അത് ഒരു തുണി ഉടുക്കുന്ന ആള് പൊക്കിള് മുതൽ മുട്ടുവരെ മറയുന്ന രീതിയിൽ ഒരു തുണി അങ്ങ് ഉടുത്താൽ അത് ഒറ്റ തുണി കൊണ്ട് തന്നെ ഔറത്ത് മുഴുവനും മറഞ്ഞു. അതേ സ്ഥാനത്ത് ഇതിന് ഭംഗം വരാറുള്ളത് പലപ്പോഴും പാന്റ് ധരിക്കുമ്പോഴാണ്. അത് പൊക്കിളിന്റെ താഴെ അവിടെ നിന്നാൽ ഒരു തുണി കൊണ്ട് തന്നെ ഔറത്ത് മുഴുവനും മറയുന്നില്ല. പിന്നെ അതിന്റെ മുകളിലിടുന്ന ഷർട്ട് കൊണ്ട് ഔറത്ത് മറച്ചാലും മതി. അവിടെയും എന്തുണ്ട്? ചുറ്റുഭാഗവും മുകൾ ഭാഗവും മറയണം എന്നുണ്ട്. അവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. സാധാരണ ഒരു ഷർട്ട് കൊണ്ട് ഔറത്ത് മറച്ചാൽ, പൊക്കിൾ മറച്ചാൽ, അയാള് റുക്കൂഴിൽ പോകുന്ന സമയത്ത് ഷർട്ടിന്റെ മുകൾ ഭാഗം താഴ്ന്നിരിക്കും. അപ്പൊ മുകൾ ഭാഗത്തു കൂടി ഔറത്ത് കാണും. ആരെങ്കിലും അവിടെ വന്നു നോക്കുന്നുണ്ടോ എന്നുള്ളതല്ല, കാണാൻ പറ്റിയ ചാൻസ് ഉണ്ടോ ഇല്ലേ എന്നതാണ്. അപ്പൊ അങ്ങനെ കാണാൻ പറ്റിയ ചാൻസ് അവിടെ ഉള്ളത് കൊണ്ട് ആ ഔറത്ത് മറക്കൽ ശരിയാവൂല. അപ്പൊ വെറും ഒരു ഷർട്ട് കൊണ്ട് പൊക്കിള് മറച്ചാൽ പറ്റൂല. അങ്ങനെ മുകൾ വസ്ത്രം കൊണ്ടാണ് ഔറത്ത് പൊക്കിൾ മറക്കുന്നതെങ്കിൽ മുകൾ ഭാഗം ടൈറ്റുള്ള ബനിയൻ പോലെ, സാധാരണ ബനിയൻ ആണെങ്കിലും റുക്കോ ചെയ്യുന്ന സമയത്ത് ബനിയൻ തൂങ്ങും. അതുപോലെ ടീഷർട്ട് പോലെ കഴുത്തിന്റെ ഭാഗം ടൈറ്റുള്ള മുകൾ ഭാഗത്തു നിന്ന് മറച്ചു എന്ന് ഉറപ്പിച്ചു പറയാൻ പറ്റിയ രീതിയിലുള്ള വസ്ത്രം കൊണ്ടാണെങ്കിൽ വിരോധമില്ല. അല്ലാത്ത വസ്ത്രം കൊണ്ടാണെങ്കിൽ ഔറത്ത് മറക്കുന്നത് ശരിയാകുന്നതും അല്ല. അപ്പൊ അതിന്റെ നിബന്ധനകൾ ഞാൻ പറഞ്ഞു. ആ വിശദീകരണം ശരിക്കും ശ്രദ്ധിച്ചാൽ ഏതെല്ലാം പറ്റും ഏതെല്ലാം പറ്റില്ല എന്ന് മനസ്സിലാക്കാവുന്നതാണ്. ഹലോ, അസ്സലാമു അലൈക്കും. സമര, ഞാൻ ഒരു സുന്നി ഗ്ലോബൽ വോയിസിന്റെ റേഡിയോ ശ്രോതാവാണ്. മലപ്പുറം ജില്ലയിലെ എടക്കര എന്ന സ്ഥലത്താണ് എൻ്റെ നാട്. ഞാനുള്ളത് സൗദിയിൽ മദീനക്കടുത്ത ഒരു പ്രദേശത്താണ്. അപ്പോ ഈ വാട്സപ്പിന്റെ സംവിധാനം ഇനി ഞാൻ ഉസ്താദ് അവിടെ പറഞ്ഞപ്പോഴാണ് നമ്മൾ അറിയുന്നത്. അപ്പൊ അൽഹംദുലില്ലാഹ് വലിയൊരു സന്തോഷമായി. അപ്പൊ ഞാനൊരു സംശയം ചോദിക്കാനാണ്. ഞാൻ സജീവ ഐ പി ആണ്. കുറച്ചു കാലമൊക്കെ പഠിച്ചൊരു മൂല്യാരുമാണ്. എന്നാലും അധികം വിവരമൊന്നുമില്ല. അറിയാനൊരു സ്രോതസ്സായിട്ട് ഇതിനെ കാണുകയാണ്. ഷറഫുൽ അനാം, മങ്കൂസ്, ബദർ മൗലിദ് ഇതൊക്കെ രചിച്ചത് ആരാണ് എന്നൊന്ന് അറിഞ്ഞാൽ ഉപകാരമായിരുന്നു. അള്ളാഹു നല്ലതിന് എല്ലാവർക്കും തൗഫീഖ് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി.
മങ്കൂസ് മൗലിദ് രചിച്ചത് ഈ ബഹുമാനപ്പെട്ട സൈനുദ്ദീൻ മഖ്ദൂം തങ്ങളാണല്ലോ. നമ്മളെ കിതാബുൽ അദ്കിയന്റെ ഒക്കെ മുസന്നിഫ് സൈനുദ്ദീൻ മഖ്ദൂം ഒന്നാമൻ. അവരാണ് മങ്കൂസ് മൗലിദ് രചിച്ചിട്ടുള്ളത്. അപ്പൊ അതിന്റെ മുസന്നിഫായി. എന്നാൽ ഷറഫൽ അനാം മൗലിദ് അത് ആരുടേതാണ് എന്നതിൽ രണ്ട് അഭിപ്രായം പറയുന്നുണ്ട്. അത് അഷേഖ് അഹമ്മദ് ബിൻ അൽ ഖാസിം അൽ മാലിക്കി അൽ മഷ്ഹൂർ ബിൽ ഹരീരി ഉണ്ടോ, അൽ ഹരീരി, ഷെയ്ഖ് അൽ ഹരീരി എന്ന പേരിൽ അറിയപ്പെടുന്ന അഷേഖ് അഹമ്മദ് ബിൻ അൽ ഖാസിം എന്നാൽ മാലിക്കി മദ്ഹബുകാരനായ ഒരു ഇമാമിൻ്റെതാണ്, ഒരു പണ്ഡിതന്റേതാണ് ഈ ഷറഫുൽ അനാം മൗലിദ് എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഇബ്നുൽ ജൗസി തങ്ങളുടേതാണ് എന്നും പറഞ്ഞു വരുന്നുണ്ട്. അപ്പോൾ ഷറഫുൽ അനാമിലെ ഹദീസുകളും അതുപോലെ തന്നെ ബെയ്ത്തുകളും ഈ രണ്ട് പണ്ഡിതന്മാരിൽ നിന്ന് മാറി ഉണ്ടായതാണ് എന്നാണ് ഈ വിഷയവുമായി പഠനം നടത്തിയ പണ്ഡിതന്മാർ പിന്നീട് പറഞ്ഞിട്ടുള്ളത്. ഏതായാലും ഈ പറഞ്ഞ രണ്ട് ഇമാമിയങ്ങളിൽ നിന്ന് സാധാരണ ഇബ്നുൽ ജൗസി തങ്ങളുടേതാണ് ഷറഫുൽ അനാം മൗലിദ് എന്നാണ് പറഞ്ഞു വരുന്നത്. അത് അഹമ്മദ് ബിൻ ഖാസിം അൽ മാലിക്കി എന്ന ഇമാം അൽ ഹരീരിയുടേതാകാനും സാധ്യതയുണ്ട്. ഏതായാലും ഈ പറയപ്പെട്ട രണ്ട് ഇമാമിയങ്ങളിൽ പിന്നെ ഒരാളുടെ ബെയ്ത്ത് ഒരാളുടേതും അതുപോലെ തന്നെ ഹദീസുകൾ മറ്റൊരാളുടേതുമാണ് എന്ന് പറഞ്ഞവരും ഉണ്ട്. ഈ രണ്ട് പണ്ഡിതന്മാരിൽ ഒരാളാണ് എന്ന് മനസ്സിലാക്കാം. ഇനി രണ്ടാമത്തേത് പിന്നീട് ചോദിച്ചത് ബദർ മൗലിദിന്റെ രചയിതാവ് ആരാണ് എന്നാണ്. അത് പറഞ്ഞുതരാം. അത് അടുത്ത കാലക്കാരനാണ്. പിന്നെ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ സന്താന പരമ്പരയിൽപ്പെട്ട പിന്നെ മൗലാന അബ്ദുൽ അസീസ് ബിൻ അബ്ദില്ല എന്നവരാണ്, പൊന്നാനിക്കാരനാണ് ഈ ഏത് ബദർ മൗലിദ് രചിച്ചിട്ടുള്ളത്. അത് കൂടുതൽ പഴയ കാലക്കാരനല്ല, ഹിജറ 1269 ജനിച്ച ആളാണ്. ഹിജറ 1269 ജനിച്ച ഷെയ്ഖ് അൽ അല്ലാമ മൗലാന അബ്ദുൽ അസീസ് ബിൻ അബ്ദില്ല എന്നവരാണ്. വളപ്പിൽ മുസ്ലിയാർ എന്ന പേരിൽ അറിയപ്പെടുന്ന പൊന്നാനിക്കാരനായ അദ്ദേഹമാണ് ബദർ മൗലിദ് രചിച്ചിട്ടുള്ളത്. ഓക്കെ, മൈക്ക് ഫ്രീ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഉസ്താദ്, എന്റെ സംശയം എന്താണെന്ന് വെച്ചാല്, ഇപ്പൊ നമ്മൾ ഉംറക്ക് പോയി കഴിഞ്ഞാല് ഹറം മസ്ജിദിലേക്ക് പള്ളിയിലേക്ക് കയറി കഴിഞ്ഞാൽ നമ്മൾക്ക് സുന്നത്ത് നിസ്കരിക്കൽ അനുവദനീയമാണോ? അതിൽ സുന്നത്ത് നിസ്കരിച്ച് കഴിഞ്ഞാൽ തെറ്റുണ്ടോ? അതൊന്ന് വിശദീകരിച്ച് തന്നായിരുന്നു. പിന്നെ രണ്ടാമത്, ഉംറക്ക് പോകുമ്പോൾ നമ്മൾ wudu എടുത്ത് പള്ളിയിലേക്ക് കയറി കഴിഞ്ഞ് wudu എടുക്കുന്ന സമയത്ത് നമ്മൾക്ക് ഇപ്പോ ഹനഫി മദ്ഹബിന്റെ ഇത് പ്രകാരം wudu എടുത്ത് ഉംറ ചെയ്യാൻ നമുക്ക് പറ്റുമോ? അപ്പൊ കാരണം നമ്മൾ സ്ത്രീകളൊക്കെ തൊട്ട് പോകുന്നൊരു അവസ്ഥ ഉണ്ടല്ലോ, അപ്പൊ അത് കൊണ്ടുള്ള ചോദ്യമാണ്. അപ്പൊ അതൊന്ന് വ്യക്തമാക്കി തന്നായിരുന്നു. ഏതായാലും പിന്നെ ഹറമിലേക്ക് ഉംറക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ മറ്റു എന്ത് ആവശ്യങ്ങളിലേക്ക് പോട്ടെ മസ്ജിദുൽ ഹറാമിലേക്ക് കയറുമ്പോൾ സുന്നത്ത് നിസ്കരിക്കാൻ പറ്റുമോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. പറയാം. മസ്ജിദുൽ ഹറാമിലേക്ക് നമ്മൾ കയറി ചെല്ലുന്നത് തവാഫ് ഉദ്ദേശിച്ചുകൊണ്ടാണെങ്കിൽ അപ്പോൾ സുന്നത്ത് നിസ്കാരമല്ല, നേരെ മറിച്ച് തവാഫാണ് അവിടുത്തെ തഹിയ്യത്ത്. അതേ സ്ഥാനത്ത് തവാഫ് ഉദ്ദേശിക്കാത്ത ഒരാള് ഇപ്പൊ മസ്ജിദുൽ ഹറാമിക്ക് ഉംറക്ക് പോകുമ്പോൾ എന്തായാലും തവാഫ് ഉദ്ദേശിച്ചിട്ടാണല്ലോ പോവുക. ഉംറ ശരിയാണെങ്കിൽ തവാഫ് ചെയ്യണ്ടേ? അപ്പൊ അയാൾ തവാഫാണ്, അയാളുടെ തവാഫ് ഉദ്ദേശിച്ച് മസ്ജിദുൽ ഹറാമിലേക്ക് ചെല്ലുന്ന ആൾക്ക് അവിടുത്തെ തഹിയ്യത്ത് തവാഫാണ്. അതേ സമയത്ത് തവാഫ് ഉദ്ദേശിക്കാത്ത ഒരാൾ മസ്ജിദുൽ ഹറാമിലേക്ക് കയറി ചെന്നാൽ അയാൾക്ക് സാധാരണ പള്ളികളിലെ പോലെ 2 റക്അത്ത് നിസ്കരിക്കലാണ് അവിടുത്തെ തഹിയ്യത്ത്. അപ്പൊ ഒന്നാം ചോദ്യത്തിന്റെ മറുപടിയായി. രണ്ടാം ചോദ്യം, ഉംറക്ക് വേണ്ടി പോകുമ്പോൾ വുളു ചെയ്യുമ്പോൾ ഹനഫി മദ്ഹബ് അനുസരിച്ച് വുളു എടുക്കണോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഹനഫി മദ്ഹബ് അനുസരിച്ച് വുളു എടുക്കണ്ട, ഷാഫി മദ്ഹബ് അനുസരിച്ച് തന്നെ തികഞ്ഞ വുളു എടുത്താലും മതി കേട്ടോ. ഷാഫി മദ്ഹബ് അനുസരിച്ചുള്ള വുളു ഹനഫി മദ്ഹബ് അനുസരിച്ചും ശരിയാകുന്ന രീതിയിൽ ചെയ്യണമെങ്കിൽ
ഷാഫിഈ മദ്ഹബിലെ സുന്നത്തുകൾ പാലിച്ചുകൊണ്ടുള്ള ഒരു വുളു എടുക്കുക. അതായത് ശ്രദ്ധിക്കേണ്ടത്, ഷാഫിഈ മദ്ഹബിൽ വുളു ശരിയാകാൻ തലയിൽ നിന്ന് അല്പഭാഗം മാത്രം തടവിയാൽ മതി. ഹനഫി മദ്ഹബിൽ വുളു ശരിയാകണമെങ്കിൽ തലയുടെ അല്പഭാഗം മാത്രം തടവിയാൽ പോരാ, തലയുടെ 1/4 ഭാഗമെങ്കിലും തടവണം. ഖദ്റുൻ നാസിയത്ത് തടവണം. അപ്പൊ ആ ഒരു നിബന്ധന ഹനഫി മദ്ഹബിലുണ്ട്. ഷാഫി മദ്ഹബിലാകട്ടെ വുളൂ ശരിയാകാൻ തലയിൽ നിന്ന് അല്പം തടവിയാൽ മതി എന്ന് പറയുന്നുണ്ടെങ്കിലും തല മുഴുവനും തടവൽ സുന്നത്താണ് എന്ന് പറയുന്നുണ്ട്. അപ്പൊ തല മുഴുവനും തടവി സുന്നത്തായ കാര്യങ്ങൾ പാലിച്ചുകൊണ്ടുള്ള ഒരു വുളൂ നമ്മുടെ മദ്ഹബ് പ്രകാരം എടുക്കുക. ഇനി ആ വുളൂ മുറിയുന്നിടത്താണ് പുതിയ പ്രശ്നം. വുളൂ മുറിയുന്നിടത്ത് പെണ്ണിനെ തൊട്ടാൽ അഥവാ അന്യരായ സ്ത്രീ പുരുഷന്മാരുടെ തൊലി തമ്മിൽ ചേർന്നാൽ വുളൂ മുറിയും എന്നാണ് ഷാഫിഈ മദ്ഹബ് പറയുന്നത്. അവിടെ വേറെ നിബന്ധനകളൊന്നും വേണ്ട. അന്യരായ സ്ത്രീ പുരുഷന്മാർ, വലിയവരായ സ്ത്രീ പുരുഷന്മാരുടെ തൊലി തമ്മിൽ ചേർന്നാൽ മതി. അപ്പോ അങ്ങനെ തൊലി തമ്മിൽ ചേരുന്ന സാഹചര്യം പരമാവധി ഒഴിവാക്കേണ്ടതാണ്. അങ്ങനെ തട്ടാതിരിക്കാൻ ശ്രമിക്കേണ്ടതുമാണ്. അങ്ങനെ തട്ടാതെ തന്നെ തവാഫ് ചെയ്യാനൊക്കെ നമുക്ക് സാധിക്കും, വിരോധമൊന്നുമില്ല. ഇനി അഥവാ ഇങ്ങോട്ട് വന്ന് തട്ടിയാൽ തന്നെ ഷാഫിഈ മദ്ഹബിന്റെ ഒരഭിപ്രായമുണ്ട്. അസ്വഹിന്റെ മുക്കാബിലായ ശക്തിയുള്ള അഭിപ്രായം തന്നെയാണിത്. അങ്ങോട്ട് തൊട്ടാലേ വുളൂ മുറിയുള്ളൂ, ഇങ്ങോട്ട് തൊട്ടാൽ മുറിയില്ല. ഏറ്റവും പ്രബലമായ അഭിപ്രായം ഇങ്ങോട്ട് തൊട്ടാൽ മുറിയുന്നതാണ്. പക്ഷെ ഇത്തരമൊരു സാഹചര്യത്തിൽ ഏറ്റവും പ്രബലമായ അഭിപ്രായത്തിൽ നിന്ന് മാറിയിട്ട് രണ്ടാം അഭിപ്രായം സ്വീകരിക്കാവുന്നതാണ്. അതിലുള്ളത് ഇങ്ങോട്ട് തൊട്ടാൽ വുളൂ മുറിയില്ല എന്നാണ്. അപ്പൊ ഈ നിലക്ക് തന്നെ ഷാഫിഈ മദ്ഹബിന്റെ പരിധിക്ക് ഉള്ളിൽ നിന്നുകൊണ്ട് തന്നെ നമുക്ക് ആ വുളൂവിനെ സംരക്ഷിക്കാൻ പറ്റിയ സാധ്യതകളുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഇനി ആവശ്യമാണെങ്കിൽ ഹനഫി മദ്ഹബ് അനുസരിച്ച് തന്നെ എന്താക്കാം, നമുക്ക് നിസ്കാരം ശരിയാകുന്ന രീതിയിൽ തന്നെ വുളൂ ശരിയാകുന്ന രീതിയിൽ തന്നെ, വുളൂ മുറിയാത്ത രീതിയിൽ തന്നെ തക്ലീദ് ചെയ്യാവുന്നതുമാണ്. അതിനും വിരോധം ഇല്ല. ഓക്കെ, തന്റെ മദ്ഹ് പറയാൻ റസൂലുള്ളാഹി കൽപ്പിച്ച ഏതെങ്കിലും ഒരു ഹദീസ് പറഞ്ഞു തരാമോ? എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹ് പറയാൻ വേണ്ടി റസൂലുള്ളാഹി കൽപ്പിച്ച ഏതെങ്കിലും ഹദീസ് പറഞ്ഞു തരാമോ? അള്ളാഹു പറഞ്ഞ ആയത്ത് പറഞ്ഞാൽ മതിയോ? അള്ളാഹ് പറഞ്ഞ ആയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓതി തന്നത് പറഞ്ഞാൽ പിന്നെ അതിലേറെ റസൂലുള്ളാഹി പറഞ്ഞ ഹദീസ് പറയേണ്ട ഒരാവശ്യം തീർച്ചയായും ആരും ചോദിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ പരിശുദ്ധ ഖുർആനിൽ ഇന്നല്ലാഹ വ മലായികത്തുഹു യുസല്ലൂന അലൻ നബിയ്യി യാ അയ്യുഹല്ലദീന ആമനു സ്വല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ എന്ന് പറഞ്ഞിട്ടുണ്ട്. അവിടെ അല്ലാഹു തആല മുഅ്മിനീങ്ങളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സ്വലാത്ത് ചെയ്യണം എന്ന് പറഞ്ഞു. എന്താണ് സ്വലാത്ത് എന്ന് മുഫസ്സിരീങ്ങൾ വിവരിക്കുകയും ചെയ്തിട്ടുണ്ട്. ആ ചെയ്ത സ്ഥലത്ത് സ്വലാത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്വലാത്ത് എന്ന് പറഞ്ഞാല് അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദ്ഹ് പറയുന്നത് അതിന്റെ ഭാഗമാണ് എന്ന് വിശദീകരിക്കപ്പെട്ടിട്ടുണ്ട്. മനസ്സിലായോ? അപ്പൊ അത് എന്തിൽപ്പെട്ട തന്നെയാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹ് പറയുന്നതിനെ പരിശുദ്ധ ഖുർആൻ പ്രോത്സാഹിപ്പിച്ചത് പെട്ട തന്നെയാണ്. ഇമാം ബൈലാവി ഈ ആയത്തിന്റെ തഫ്സീറിൽ പറഞ്ഞിട്ടുള്ളത് അള്ളാഹുവും മലായികത്തും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മഹത്വം പറയുന്നതിനെ കാര്യമായി പരിഗണിക്കുന്നു എന്നാണ്. കണ്ടോ? അതുപോലെ തന്നെ വേറെ പലതും പറഞ്ഞിട്ടുണ്ട്, പല മുഫസ്സിരീങ്ങളും പറഞ്ഞിട്ടുണ്ട്. അതുപോലെ പരിശുദ്ധ ഖുർആനിലെ അൽ-നുസ്റഹ് സൂറത്തിലെ റഫഅനാ ലക ദിക്റക എന്ന ആയത്തിന്റെ തഫ്സീറിൽ റഫഅനാ ദിക്റക ഇൻദൽ മലായികത്തി ഫിസ് സമാഇ വഫിൽ അർളി ഇൻദൽ മുഅ്മിനീൻ എന്നാണ് അതിന്റെ ആശയമെന്ന് ഇമാം ഖുർത്തുബിയുടെ തഫ്സീറിലുണ്ട്. ആകാശ ലോകത്ത് മലായികത്തിന്റെ അടുക്കലും ഭൂമി ലോകത്ത് മുഅ്മിനീങ്ങളുടെ അടുക്കലും നബിയെ തങ്ങളുടെ മഹത്വം നാം ഉയർത്തി വച്ചിരിക്കുന്നു എന്നാണ് അതിന്റെ അർത്ഥം എന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. ഇമാം റാസി റളിയല്ലാഹു അൻഹു തന്റെ തഫ്സീറിൽ മറ്റൊരു സ്ഥലത്ത് ഈ ആയത്തിന്റെ തഫ്സീറിൽ തന്നെ പറയുന്നുണ്ട്, അംല അൽ ആലമ മിൻ അത്ബാഇക കുല്ലിഹും യുസ്നൂന അലൈക. ഉണ്ടോ? അല്ലാഹു തആല ലോകത്ത് മുഴുവനും അങ്ങയുടെ അനുയായികളെ നിറച്ചിരിക്കുന്നു, അവരെല്ലാവരും തങ്ങളെ വാഴ്ത്തി പറയുന്നു.
വയുസല്ലിമൂന മിൻ വറാഇൽ ഹിജാബി അലൈക, തങ്ങളുടെ ചുമരിന്റെ ഇപ്പുറത്ത് നിന്ന് തങ്ങളോട് അവർ സലാം പറയുന്നു. വയംസഹൂന വുജൂഹഹും ബിതുറാബി റൗളത്തിക, തങ്ങളുടെ റൗളയിലെ മണ്ണുകൊണ്ട് അവർ മുഖം തടവുന്നു. വയർജൂന ശഫാഅത്തക, തങ്ങളുടെ ശഫാഅത്തിനെ അവർ പ്രതീക്ഷിക്കുന്നു. ഇഫ ശറഫുക ബാഖിൻ ഇലാ യൗമിൽ ഖിയാമ, ഇങ്ങനെ തങ്ങളുടെ അനുയായികൾ എക്കാലത്തും ചെയ്യുന്നു എന്ന കാരണത്താൽ തന്നെ ഫശറഫുക ബാഖിൻ ഇലാ യൗമിൽ ഖിയാമ, ഖിയാമത്ത് നാൾ വരെ അങ്ങയുടെ മഹത്വം നിലനിൽക്കുന്നതാണ് എന്ന് ഇമാം റാസി റളിയല്ലാഹു അൻഹു ഈ ആയത്തിന്റെ തഫ്സീറിലായിട്ട് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ എത്ര സ്ഥലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്റെ മദ്ഹ് പറഞ്ഞോളൂ എന്ന് പറഞ്ഞിട്ടുണ്ടോ എന്നാണ് ചോദിച്ചത്. അള്ളാഹുവിന്റെ റസൂല് ഒരു കാര്യം പറഞ്ഞത് മാത്രമല്ല സുന്നത്ത്, പരിശുദ്ധ ഖുർആൻ പറഞ്ഞത് ഇപ്പൊ ഞാൻ പറഞ്ഞു, മാത്രമല്ല സ്വഹാബത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹ് ധാരാളം പറഞ്ഞത് സഹീഹായ ഹദീസിലുണ്ട്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അംഗീകരിച്ചു കൊടുത്തതും റസൂലുള്ളാഹി അത് കേട്ടുനിന്നതും എല്ലാം ഒരുപാട് ഹദീസുകളിൽ വ്യക്തമായി വന്നിട്ടുള്ള കാര്യങ്ങളാണ്. ഞാനത് വിശദീകരിക്കണമെന്ന് തോന്നുന്നില്ല. ഹസ്സാൻ ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു ഒറ്റ കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കുക. ഹസ്സാൻ ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹുവിന് മദീന പള്ളിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹ് പറയുന്ന ബഹുമാനപ്പെട്ടവർക്ക് റസൂലുള്ളാഹി തങ്ങൾ ഒരു മിമ്പർ മദീനത്തെ പള്ളിയിൽ സ്ഥാപിച്ചു കൊടുത്തിരുന്നു എന്ന് ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിലുണ്ട്. ഈ ഹസ്സാൻ ബിൻ സാബിത്തിന് റസൂലുള്ളാഹിന്റെ മദ്ഹ് പറയുന്ന പണിയാണ് എപ്പോഴും. ശത്രുക്കൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഇകഴ്ത്തി വല്ലതും പറഞ്ഞാൽ ഹസ്സാൻ ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിനെ മദ്ഹ് ചെയ്ത് അതിന് മറുപടി പറയും. അങ്ങനെ റസൂലുള്ളാഹിന്റെ മദ്ഹ് പാടുന്ന സ്വഹാബിയാണ് ഹസ്സാൻ റളിയല്ലാഹു അൻഹു. അവർക്ക് മദീനത്തെ പള്ളിയിൽ ഒരു മിമ്പർ തന്നെ റസൂലുള്ളാഹി വെച്ചു കൊടുത്തിരുന്നു. മാത്രമല്ല അള്ളാഹു റസൂലിന്റെ സ്നേഹം വല്ലാതെ വാങ്ങിയൊരു സ്വഹാബിയാണ് മുഖൗഖിസ് രാജാവ്. ഞാൻ നേരത്തെ പറഞ്ഞ മുഖൗഖിസ് രാജാവ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഹദിയ കൊടുത്തയച്ച 2 അടിമ സ്ത്രീകളിൽ ഒന്നാണ് മാരിയത്തുൽ ഖിബ്തിയ്യ. ആ മാരിയത്തുൽ ഖിബ്തിയ്യ എന്ന സ്ത്രീയിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഉണ്ടായ കുട്ടിയാണ് ഇബ്രാഹിം എന്ന കുട്ടി. അതേ സ്ഥാനത്ത് മാരിയത്തുൽ ഖിബ്തിയ്യന്റെ കൂടെ മിസ്റിലെ മുഖൗഖിസ് രാജാവ് കൊടുത്തയച്ച മറ്റൊരു അടിമ പെണ്ണിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൊടുത്തത് ബഹുമാനപ്പെട്ട ഹസ്സാൻ ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹുവിനാണ്. ഈ ഹസ്സാൻ റളിയല്ലാഹു അൻഹുവാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹ് പറയുന്നവരുടെ കൂട്ടത്തിൽ ഏറ്റവും പ്രസിദ്ധനായ ഒരു സ്വഹാബി. മദീന പള്ളിയിൽ അതിന് ബഹുമാനപ്പെട്ടവർക്ക് ഒരു മിമ്പർ അഥവാ ഒരു സ്റ്റേജ് തന്നെ ഉണ്ടായിരുന്നു എന്ന് ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിലുണ്ട്. ഇത്രയും പറഞ്ഞതില്ലെന്ന് ചോദ്യത്തിന്റെ ഉത്തരം ധാരാളമായി എന്ന് വിചാരിക്കുന്നു. അടുത്ത ചോദ്യത്തിന് വേണ്ടി മൈക്ക് റിലീസ് ചെയ്യുന്നു. അസ്സലാമലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഉസ്താദ്, ഈ ഖുർആന്റെ ആയത്തുകള് അതുപോലെ ദിക്ർ ദുആ ഒക്കെ ഈ ഫേസ്ബുക്കിൽ ഇടുന്നത് കൊണ്ട് നമുക്കത് ഗുണം ചെയ്യോ അതോ ദോഷം ചെയ്യോ? അതുകൊണ്ട് വല്ല കാര്യമുണ്ടോ? അതോ ആരെങ്കിലും വായിച്ചാൽ അതിന്റെ പ്രതിഫലം നമുക്ക് കിട്ടുമോ? ഉസ്താദ് ഒന്ന് പറഞ്ഞാലും. ഏതായാലും അച്ഛൻ ഇച്ഛിച്ചതും പാല് വൈദ്യം കൽപ്പിച്ചതും പാല് എന്ന് പറഞ്ഞാൽ ഞാൻ പറയാൻ ഉദ്ദേശിച്ചൊരു വിഷയത്തെ കുറിച്ചാണ് ഇപ്പൊ ചോദിച്ചത്. കാരണം ശംസുദ്ദീൻ എന്നുള്ള ID ക്ലാസ് റൂമിൽ ഇതുപോലുള്ള തെളിവുകൾ നാം ഫേസ്ബുക്കിൽ ഇട്ടാൽ അത് ഒരുപാട് പേർക്ക് ഉപകാരമാകുമെന്ന് അടിച്ചത് കണ്ടു. അപ്പോഴാണ് എനിക്ക് ചില കാര്യങ്ങൾ പറയണമെന്ന് തോന്നിയത്. അതിന് സഹായകമായ ഒരു ചോദ്യമാണ് അടുത്തത് വന്നത്. അതായത് ഞാൻ എൻ്റെ പ്രിയപ്പെട്ട ശ്രോതാക്കളോട് പറയുന്നത്, നിങ്ങൾ ഈ കേൾക്കുന്ന വിശദീകരണങ്ങളും ക്ലാസ് റൂമിന്റെ ആദർശ ചർച്ചാ സമയത്ത് കേൾക്കുന്ന മറുപടികളും ചോദ്യങ്ങളും എല്ലാം റെക്കോർഡ് ചെയ്യണം. അത് റെക്കോർഡ് ചെയ്യുന്ന എത്ര പേരുണ്ട് ഇവിടെ? അതെല്ലാം റെക്കോർഡ് ചെയ്യണം. നേരത്തെ നമ്മുടെ വടക്കേക്കാട് അടിച്ചൊരു ടെക്സ്റ്റ് നിങ്ങൾ കണ്ടോ? നമ്മുടെ ക്ലാസ് റൂമിലെ ചർച്ചയ്ക്ക് അപ്പപ്പോ ഈ വാട്സപ്പ് ഗ്രൂപ്പുകളിലും ഫേസ്ബുക്കിലൊക്കെ ഇട്ട് പോകണം നമ്മളിത്. എന്തിനാ നമ്മളത് താമസിപ്പിക്കേണ്ടത്? അത് നല്ല ഒരു ചർച്ച നടന്നാൽ അത് എല്ലാ ചർച്ചകളും റെക്കോർഡ് ചെയ്യുക. നല്ലതാണോ നോക്കിയിട്ട് പിന്നെ റെക്കോർഡ് ചെയ്യാൻ പറ്റില്ലല്ലോ. എല്ലാ ചർച്ചകളും റെക്കോർഡ് ചെയ്യുക. അതുപോലെ തന്നെ വാട്സപ്പ് ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്ന പരിപാടികൾ റെക്കോർഡ് ചെയ്യുക. അങ്ങനെ പ്രധാനപ്പെട്ട പ്രോഗ്രാമുകളെല്ലാം റെക്കോർഡ് ചെയ്തിട്ട് അത് തീർച്ചയായും നമുക്ക് ഫേസ്ബുക്കിലോ വാട്സപ്പിലോ അങ്ങനെ ഈ ഇതിലെല്ലാം നമ്മൾ ഇടണം. അതെല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു സംഗതിയാണ്. നമ്മൾ അനാവശ്യമായ കുറെ കാര്യങ്ങൾ ഷെയർ ചെയ്തും ലൈക്ക് ചെയ്തൊക്കെ നടക്കുന്ന കുറെ ആളുകളുണ്ട്, ഒരു ഉപകാരമില്ലാത്ത ചിലപ്പോൾ ഉപദ്രവം ചെയ്യുന്ന.
അപ്പൊ നല്ല കാര്യങ്ങൾ നല്ല നെയ്യത്തോടെ ഒരു മാധ്യമം എന്ന നിലക്ക് ഫേസ്ബുക്കിലായാലും വാട്സപ്പിലായാലും നമ്മൾ ഷെയർ ചെയ്യുമ്പോൾ തീർച്ചയായും ആ മാധ്യമത്തെ നാം ഒരു ഹൈറിന് വേണ്ടി ഉപയോഗപ്പെടുത്തുകയാണ്. പക്ഷെ എല്ലാവരും ശരിക്കും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, 100% ഉറപ്പുള്ളതല്ലാതെ ഒറ്റ മീഡിയയിലും ഷെയർ ചെയ്യാനോ പോസ്റ്റ് ചെയ്യാനോ പാടുള്ളതല്ല. മനസ്സിലായോ? എന്താക്കാൻ പാടില്ല? ഒറ്റ ഒന്നും. വാട്സപ്പ് ചോദ്യങ്ങളുടെ മറുപടി മാത്രമല്ല, ക്ലാസ് റൂമിലെ ആദർശ ചർച്ചകളും അത് ആവർത്തിച്ച് ഫേസ്ബുക്കിലൊക്കെ ഇടണം. ഏതെങ്കിലും ഒരാളോട് ആരെങ്കിലും മറ്റുള്ളവരെ ഷെയർ ചെയ്യാതിരിക്കാൻ അത് പറ്റില്ല. നമ്മുടെ അഡ്മിന്മാരും അതുപോലെ തന്നെ നമ്മുടെ ശ്രോതാക്കളും നമ്മുടെ സഹകാരികളും എല്ലാം അത്തരം വിഷയങ്ങളെ സുന്നത്തിയമായത്തിന് ഉപകരിക്കുന്ന ചർച്ചകളെ തീർച്ചയായിട്ടും ഷെയർ ചെയ്ത് പോകുമ്പോൾ വാട്സപ്പിലൂടെയുള്ള ഇപ്പോഴത്തെ പുത്തൻവാദികളുടെ ആക്രമണത്തിന് അത് നല്ലൊരു മരുന്നായി മാറും. വാട്സപ്പ് ഗ്രൂപ്പുകളിൽ തീർച്ചയായിട്ടും അത് ഇടണം. അതുപോലെ തന്നെ ഫേസ്ബുക്കിൽ അത് ഇടണം. പക്ഷെ ഇടുമ്പോ ഞാൻ പറഞ്ഞതെന്താ വെച്ചാല് എല്ലാം ഫേസ്ബുക്കിലും വാട്സപ്പിലോട്ട് ഷെയർ ചെയ്യരുത്. പ്രത്യേകിച്ച് നമ്മുടെ മതപരമായ വിഷയങ്ങളിൽ നമുക്ക് ഉറപ്പുള്ളത് മാത്രമേ പറയാവൂ. വ്യാജമായ ചില ഹദീസുകൾ ചില ആളുകൾ ഇട്ടേക്കാം. നമ്മൾ അത് ഷെയർ ചെയ്യാൻ ഒരിക്കലും പോകരുത്. പണ്ഡിതന്മാരോട് ചോദിച്ച് അങ്ങനെ ഒന്നും ഉണ്ടോ ഇല്ലയെന്ന് ഉറപ്പ് വരുത്തിയതിന്റെ ശേഷമല്ലാതെ അത്തരം പരിചയമില്ലാത്ത ഹദീസുകളൊന്നും ഇടാൻ പാടുള്ളതല്ല. അതുപോലെ തന്നെ ചില തെറ്റായ വാർത്തകൾ വന്നേക്കാം. അത് സംഘടനാപരമായ വാർത്തകൾ ഉണ്ടാകാം, അല്ലാത്ത വാർത്തകൾ ഉണ്ടാകാം. ഒന്നും നമ്മൾ തീർച്ചയായും അത് 100% ഉറപ്പാണെന്ന് ബോധ്യപ്പെട്ടതിന്റെ ശേഷമല്ലാതെ ഷെയർ ചെയ്യാൻ പാടുള്ളതല്ല. നമ്മുടെ ഉസ്താദുമാരെ കുറിച്ചോ ആലിമീങ്ങളെ കുറിച്ചോ പ്രസ്ഥാനത്തെക്കുറിച്ചോ നമ്മുടെ ആദർശത്തെക്കുറിച്ചോ എന്തു തന്നെ ആയാലും നമുക്ക് ഉറപ്പില്ലാത്തൊരു വിഷയം കണ്ടാൽ അത് ഹൈറാണെന്ന് തോന്നിയാലും ഷർറാണെന്ന് തോന്നിയാലും ഉറപ്പില്ലാത്തൊരു വിഷയം ചിലപ്പോൾ നമുക്ക് വളരെ സന്തോഷകരമായൊരു ന്യൂസ് ആയിരിക്കും അത്. പക്ഷെ അത് ശരിയാണോ ഇല്ലയോ നമുക്കറിയില്ല. അതൊരു കുട്ടിയും ഷെയർ ചെയ്യാൻ പോകരുത്. നാളെ അള്ളാഹുവിന്റെ മുമ്പിൽ ശരിക്കും മറുപടി പറയേണ്ടി വരും. മനസ്സിലായോ? ഒരു കള്ളം പറയാന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ ഹഫളത്തിന്റെ മലായിക്കത്ത്, നമ്മളെ സംരക്ഷിക്കാൻ വേണ്ടി അള്ളാഹു നിശ്ചയിച്ച മലക്കുകളുണ്ട്. ആ മലക്കുകൾ നമ്മളിൽ നിന്ന് ഓടി അകലുന്നതിന് കാരണമാണ് നാം കള്ളം പറയുന്നത് എന്ന് ഹദീസിൽ വന്നിട്ടുണ്ട്. നാവ് കൊണ്ട് പറയാൻ പറ്റാത്തത് പറഞ്ഞാൽ അള്ളാഹുവിന്റെ ഹഫളത്തിന്റെ മലായിക്കത്ത് പോലും നമ്മളെ വിട്ടു പോയേക്കും. ഹഫളത്തിന്റെ മലായിക്കത്ത് നമ്മളെ വിട്ടു പോകുമ്പോഴാണ് നമുക്ക് അപകടങ്ങൾ സംഭവിക്കുന്നത്. കാരണം ഹഫളത്തിന് അള്ളാഹ് കൊടുത്ത ഡ്യൂട്ടി എന്താ? നമ്മളെ സംരക്ഷിക്കാനുള്ള ആളുകളെ നമ്മൾ ആട്ടിപ്പറഞ്ഞയച്ചാൽ തീർച്ചയായിട്ടും നമുക്ക് അപകടങ്ങൾ വരും. അതുകൊണ്ട് അള്ളാഹുവിന്റെ മാലാഖമാർ നമ്മളിൽ നിന്ന് അകന്നു പോകുന്ന അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ ഒരിക്കലും എടുക്കാൻ പാടുള്ളതല്ല. തീർച്ചയായും പണ്ട് കാലത്ത് ഒരു കള്ളം പറഞ്ഞതിന്റെ അപകടം എത്രയാണോ അതിനേക്കാൾ 100 ഇരട്ടിയിലധികമാണ് ഇക്കാലത്ത് കള്ളം പോസ്റ്റ് ചെയ്യുന്നതിന്റെ വ്യാപ്തി. മനസ്സിലാക്കണം നമ്മൾ. കാരണം എന്താ? അങ്ങൊരു കള്ളം പറഞ്ഞാൽ അത് കേട്ടവര് കേട്ട് അത്രയേ ഉള്ളൂ. ആ കേട്ടോ പിന്നെ വേറെ ആരോടെയും പറഞ്ഞിട്ട് വേണം അടുത്ത ആള് കേൾക്കാൻ. ഇന്നത്തെ അവസ്ഥ അങ്ങനല്ല. ഇന്ന് നമ്മളൊരു കള്ളം പറഞ്ഞാൽ അത് മെസ്സേജിലൂടെ, വാട്സപ്പിലൂടെ, ഫേസ്ബുക്കിലൂടെ, മറ്റു മീഡിയകളിലൂടെ നമ്മുടെ ലോകത്ത് വളരെ പെട്ടെന്ന് സ്പ്രെഡ് ചെയ്യാണ്. അതുകൊണ്ട് ഒരു കള്ളം പറഞ്ഞവന് അവന്റെ കള്ളത്തരം അവനല്ല നീ ആര് വിചാരിച്ചാലും പിൻവലിക്കാൻ പറ്റാത്ത അത്രയും വിധം അപകടകരമായ രീതിയിലാണ് ഓരോ വാർത്തയും സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അള്ളാഹിന്റെ മുമ്പിൽ അതിന് മറുപടി പറയാനേ നമുക്ക് നേരണ്ടാവുള്ളൂ. അതുകൊണ്ട് നമ്മുടെ നാവ് കൊണ്ട് കള്ളം പറയുന്നതിനേക്കാൾ അപകടമാണ് ഇത്തരം ഷെയറുകളും പോസ്റ്റുകളും എന്ന് എല്ലാവരും വളരെ ഗൗരവത്തോടെ മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ് എന്ന് മാത്രം അതുമായി ബന്ധപ്പെട്ട് പറഞ്ഞ് അടുത്ത ചോദ്യത്തിന് വേണ്ടി മൈക്ക് റിലീസ് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഒരു ഫിഖിയായ സംശയമാണ്. നമ്മൾ റവാത്തിബ് സുന്നത്ത് നിസ്കരിക്കുന്ന സമയത്ത് ഇപ്പൊ നമ്മൾ 2 റക്അത്ത് ദുഹറിന് മുമ്പോ ശേഷമുള്ള മുഅക്കദ റവാത്തിബ് സുന്നത്ത് നിസ്കരിക്കുമ്പോൾ മറന്നുകൊണ്ട് 3ാമത്തെ റക്അത്തിലേക്ക് എണീറ്റ് നിന്നു. അപ്പൊ എണീറ്റതിന് ശേഷമാണ് നമുക്ക് 3ാമത്തെ റക്അത്താണെന്ന് ഉറപ്പായത്. അപ്പൊ നമ്മൾ ആ റക്അത്ത് പൂർത്തിയാക്കാണ് ചെയ്യേണ്ടത്, അതല്ല നമ്മൾ തയ്യാത്തിലേക്ക് മടങ്ങി സലാം വീട്ടുകയാണോ വേണ്ടത് എന്നറിയാനാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. 2 റക്അത്ത് റവാത്തിബ് സുന്നത്തിന് നിയ്യത്ത് വെച്ചുകൊണ്ട് നിസ്കരിക്കുകയും മറന്നുകൊണ്ട് 3ാം റക്അത്തിലേക്ക് എഴുന്നേൽക്കുകയും ചെയ്താൽ ഒരു കാരണവശാലും 3ാം റക്അത്ത് ഓർമ്മ വന്നാൽ നിസ്കരിക്കാൻ പാടുള്ളതല്ല. മനസ്സിലായോ? ഞാൻ 3ാമത്തെ റക്അത്തിലാണെന്ന് ഓർമ്മ വന്നാൽ ഒരിക്കലും അത് പൂർത്തിയാക്കാൻ പാടുള്ളതല്ല. അയാൾ ഇരുത്തത്തിലേക്ക് മടങ്ങുകയും
അത്തഹിയാത്ത് ഓതി സലാം വീട്ടുന്നതിന്റെ മുമ്പ് സഹവിന്റെ സുജൂദ് ചെയ്യലും സുന്നത്തുണ്ട്. അല്ലാതെ ഓർമ്മ വന്നിട്ടും ആ റക്അത്തിൽ അയാൾ മുന്നോട്ട് പോകുന്നുവെങ്കിൽ അയാളുടെ നിസ്കാരം ബാത്തിലാകുന്നതാണ്. ഓക്കെ. അസ്സലാമു അലൈക്കും. ഞാൻ കസീമില് ആണ്, നാട്ടില് വേങ്ങര ഉള്ള ആളാണ്. എനിക്ക് ചെറിയൊരു പ്രശ്നമുണ്ട്. ഈ കഫാലത്ത് മാറാനാണ്. ഞാന് വേറെ ജോലി മാറി പോവാണ്. ഇപ്പോ കഫീലിന്റെ അടുത്ത് പണിയില്ലാത്തതുകൊണ്ട് അപ്പൊ ഈ കഫാലത്ത് മാറാൻ ഇതുവരെ സഹായിച്ചിട്ട് 1 മാസമായി ജോലി ചെയ്യാതെ ബുദ്ധിമുട്ടാവാണ്. അപ്പോ ജീവിതം ദുആ ചെയ്യാൻ വേണ്ടി പറയാനാണ്. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും. ഞാൻ ദുബായിൽ നിന്നാണ് സംസാരിക്കുന്നത്. നമ്മള് ഇവിടെ ഈ ഇമാമിനൊപ്പം തുടരുമ്പോ, ജമാഅത്തായിട്ട് ഇമാമിനോടൊപ്പം തുടരുമ്പോ അതില് നമ്മള് ബിസ്മി തീരെ കേൾക്കുന്നില്ല. കൂടുതൽ പാകിസ്ഥാനികളില് ഈ ഹനഫി മദ്ഹബാണ് കൂടുതൽ എന്ന് തോന്നുന്നു എനിക്ക്. അപ്പൊ ഹനഫി മദ്ഹബ് അവര് ബിസ്മി തീരെ കേൾക്കുന്നില്ല. ചില അറബികളുടെയും ജമാഅത്തായിട്ട് നിസ്കരിക്കുമ്പോ അവരുടെ കൂടെ നിസ്കരിക്കുമ്പോ ബിസ്മി കേൾക്കുന്നില്ല. അപ്പൊ നമ്മുടെ ഷാഫി മദ്ഹബ് പ്രകാരം എന്താണ് അതിന്റെ വിധി? അതുപോലെ തന്നെ സുബൈ നമസ്കാരത്തിൽ അവർക്കൊന്നും കുനൂത്തില്ല. ഈ ഹനഫി മദ്ഹബ് പ്രകാരം ഈ പാകിസ്ഥാനികളൊന്നും കുനൂത്ത് തോന്നുന്നില്ല. അതും സ്ഥിരമായിട്ട് തുടരുന്നതുകൊണ്ട് എന്താണ് നമ്മൾ നിൽക്കുന്ന രാജ്യത്ത് അതേ മദ്ഹബിൽ തുടരുകയാണ്? എങ്ങനെയാണ് അതിന്റെ എന്നൊന്ന് അറിഞ്ഞാൽ കൊള്ളായിരുന്നു. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. ബിസ്മി ചെല്ലാത്ത ഇമാമിനോട് തുടർന്ന് നിസ്കരിച്ചാല് നിസ്കാരം ശരിയാവൂല. അതേ സ്ഥാനത്ത് ബിസ്മി കേൾക്കുന്നില്ല എന്ന കാരണം കൊണ്ട് മാത്രം ബിസ്മി ചെല്ലുന്നില്ല എന്ന് വിധിക്കാൻ വയ്യ. ബിസ്മി ഉറക്ക ചെല്ലാത്ത പല മദ്ഹബുകളിലും ബിസ്മി പതുക്കെ ചെല്ലൽ സുന്നത്തുണ്ട്. അതുകൊണ്ട് അവരെല്ലാം ബിസ്മി പതുക്കെ ചെല്ലുന്നുണ്ട് എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. അല്ല, ഒരു കാരണവശാലും അയാൾ ബിസ്മി ചൊല്ലുന്നില്ല എന്ന് നമുക്ക് പൂർണ്ണമായും ബോധ്യമുണ്ടെങ്കിൽ ഷാഫി മദ്ഹബുകാരനായി കൊണ്ട് തന്നെ അയാളെ തുടർന്ന് നിസ്കരിക്കാൻ നമുക്ക് പറ്റില്ല. നിസ്കരിച്ചാൽ അത് ശരിയാവുന്നതും അല്ല. പിന്നെ കുനൂത്തിന്റെ വിഷയം പറഞ്ഞു. കുനൂത്ത് ഷാഫി മദ്ഹബിൽ സുന്നത്തുള്ള കുനൂത്താണ് സുബീക്ക്. പല മദ്ഹബുകളിലും കുനൂത്ത് സുന്നത്തുള്ളത് വിത്തറിനാണ്. ഷാഫി മദ്ഹബിൽ സുന്നത്ത് സുബീക്കാണ്. ഈ സുബീക്ക് സുന്നത്തുള്ള കുനൂത്ത് നമുക്ക് തന്നെ മറ്റു മദ്ഹബുകാരുടെ കൂടെ നിസ്കരിക്കുമ്പോൾ തന്നെ നമുക്ക് ഓതാനുള്ള സൗകര്യം ഉണ്ടാവും. ചെറിയ കുനൂത്ത് ഓതിയാൽ മതി, മുഴുവനും ഓതണമെന്നില്ല. എഴുത്തിദാലിൽ ഓതുന്ന അവസാനത്തെ എഴുത്തിദാലിൽ ഓതുന്ന ഏത് ചെറിയ ദുആവും കുനൂത്തായി പരിഗണിക്കാവുന്നതാണ്. അപ്പൊ അല്ലാഹുമ്മ ഹദിനി ഫീമൻ ഹദൈത എന്നുള്ള ആ വലിയ ദുആ നടത്തിക്കൊള്ളുന്നില്ല. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസനത്തൻ വഫിൽ ആഖിറതി ഹസനത്തൻ വഖിനാ അദാബന്നാർ എന്ന കുനൂത്തായി അതിനുശേഷം ചെറിയൊരു സലാത്ത് ചൊല്ലിയാൽ കുനൂത്തായി റസൂലുള്ളാഹിന്റെ ആലിന്റെ മേലുള്ള സലാത്തും കൂടി അവിടെയാണ് ചൊല്ലിയാൽ എല്ലാം ആയി. അത്രയേ ഉള്ളൂ. അതേ സമയത്ത് മദ്ഹബിൽ അഭിപ്രായ വ്യത്യാസമുള്ള ആളുകളോടല്ലാതെ നമുക്ക് തുടർന്ന് നിസ്കരിക്കാനും ജമാഅത്ത് നടത്താനും സൗകര്യമുണ്ടെങ്കിൽ അത് തന്നെയാണ് നല്ലത്. അല്ല, അതിന് സൗകര്യമില്ല, നമുക്ക് അത്തരം മദ്ഹബിൽ വ്യത്യാസമുള്ള ആളുകളുടെ കൂടെ ജമാഅത്ത് നടത്താനേ സൗകര്യമുള്ളൂ എങ്കിൽ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് അവരുടെ കൂടെ ജമാഅത്ത് കൂടുന്നതാണ് നമ്മുടെ ജമാഅത്തും സ്ഥിരമായി മുടങ്ങാതിരിക്കാൻ നല്ലത്. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് അവരുടെ കൂടെ ജമാഅത്തിൽ നമുക്ക് കൂടാവുന്നതാണ്. ഓക്കെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്റെ പേര് ഷംസുന്നാണ്. അദ്വാന്ന് വിളിക്കുകയാണ്. ഞാൻ 2 പ്രാവശ്യം ഒരു ചോദ്യം ചോദിക്കുന്നു ഉസ്താദിന്റെ അടുത്ത്. എനിക്ക് എന്റെ മറുപടി വന്നിട്ടില്ല. ചോദ്യം, നമ്മളൊക്കെ ദ്വാരക്കുണ്ടല്ലോ, പരിപാടികളൊക്കെ ഉസ്താദിമാരെ ദ്വാരക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് ആമീൻ പറയാൻ പറ്റുമോ? കേൾക്കുന്ന ആൾക്ക് ആമീൻ പറയാൻ പറ്റുമോ? സലാത്ത് നമ്മൾ കൂടി സലാത്ത് ചെല്ലാൻ പറ്റുമോ? അതൊന്ന് വിശദീകരിച്ചു നന്നായിരുന്നു ഉസ്താദ്. ഓക്കെ. ദുആ കൂടി ഞാൻ വിളിക്കുന്നു. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. ഈ എന്താണ് ഇപ്പൊ ചോദിച്ചത്? പല തവണ ഞാൻ ചോദിച്ചിരുന്നതുവരെ മറുപടി കിട്ടിയിട്ടില്ല എന്നല്ലേ? ഓക്കെ, സോറി. ഞാൻ ഈ ചോദ്യം കേൾക്കുന്നത് ആദ്യത്തെ തവണയാണ്. ഒരുപക്ഷെ അത് പ്ലേ ചെയ്യിക്കാൻ എന്തെങ്കിലും സാഹചര്യ ബുദ്ധിമുട്ട് ഉണ്ടായേക്കാം. അപ്പോ ഏതായാലും ഇപ്പോ നിങ്ങൾ പറഞ്ഞ എനിക്ക് ചോദ്യം വ്യക്തമായി അങ്ങ് മനസ്സിലായില്ല. ഞാൻ മനസ്സിലാക്കിയത് നമ്മുടെ എന്താ പറയാ, നെറ്റിലൂടെ, അതായത് ക്ലാസ് റൂമിലൂടെ ആയാലും റേഡിയോയിലൂടെ ആയാലും നമ്മൾ കേൾക്കുന്ന ദുആക്ക് ആമീൻ പറയണമോ
അതുപോലെ തന്നെ നമ്മൾ അതിൽ റസൂലുള്ളാഹിന്റെ പേര് കേൾക്കുമ്പോൾ നമ്മൾ സലാത്ത് ചെല്ലണോ, സലാത്തിലും ദിക്റിലും ഒക്കെ പങ്കെടുക്കണോ എന്നാണ് ചോദിച്ചത് എന്നാണ് എനിക്ക് തോന്നിയത്. ഓക്കെ, എല്ലാവർക്കും ദുആ ചെയ്യും. ഇത് കഴിഞ്ഞാൽ ദുആ തന്നെയാണ് പണി കേട്ടോ. ഇൻഷാ അല്ലാഹ് ഓർമ്മയുണ്ട്. ഇത് കഴിഞ്ഞ് ചോദ്യം കഴിഞ്ഞാൽ നമുക്ക് ദുആ തന്നെയാണ് പണി. ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും ദുആ ചെയ്യും. ഇതുകൂടിയാണ് പറയട്ടെ, എന്നാൽ ചോദ്യം തീർന്നല്ലോ. അപ്പോ എന്താ പറഞ്ഞത്? തീർച്ചയായും ഇതില് ദുആർക്കുമ്പോൾ ആമീൻ പറഞ്ഞാൽ അത് ദുആയിൽ പങ്കെടുക്കലായി. ദുആ കേൾക്കുന്നവർ ആമീൻ പറയുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേര് കേൾക്കുന്നവർ സ്വലാത്ത് ചെയ്യുക. അതുപോലെ തന്നെ ദിക്റിലും മറ്റു കാര്യങ്ങളിലൊക്കെ നമുക്ക് പങ്കെടുക്കാനുള്ള ഒരു അവസരമാണ് ഇതിലൂടെ അത് കേൾക്കുന്നത്. അപ്പൊ കേൾക്കുമ്പോൾ നമ്മൾ ആമീൻ പറയുന്നു, തീർച്ചയായും അതിന് ഗുണമുണ്ടാവും. അപ്പൊ അതിൽ പങ്കെടുക്കാൻ എല്ലാവരും ശ്രമിക്കുക ഇൻഷാ അല്ലാഹ്. അതുകൊണ്ട് ഞാൻ ചെറുതായി ഒന്ന് ദ്വാരക്കാൻ പോവാണ്. എല്ലാവർക്കും ആമീൻ പറയാം. ഇതിന്റെ തൊട്ടടുത്ത ഒരു സുഹൃത്ത് അദ്ദേഹത്തിന്റെ ഇഖാമ സംബന്ധമായ പ്രശ്നമാണ് പറഞ്ഞത് എന്നാണ് എന്റെ ഓർമ്മ. നിത്താഖാത്തിന്റെ അല്ലേ? ഓക്കെ, ഇൻഷാ അല്ലാഹ്. കഫാലത്ത് സംബന്ധമായ കഫാലത്ത് മാറേണ്ട വിഷയം ഒരു സഹോദരൻ പറഞ്ഞു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലിഹി വഅസ്ഹാബിഹി വഅത്ബാഇഹി വഅഹ്ബാബി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ് സ്വലാത്തൻ തുർദീക വതുർദീഹി വതർളാ ബിഹാ ഇന്നാ യാ അർഹമർ റഹീമീൻ. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. അർഹമ റഹീമീനായ അല്ലാമുൽ ഗയൂബായ ഹയ്യും ഖയ്യൂമുമായ റബ്ബേ, സാധുക്കളായ ഞങ്ങൾ പാപികളാണ്, ദോഷികളാണ്. ഞങ്ങളുടെ സർവ്വ തെറ്റുകളും പൊറുക്കണം റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങൾക്ക് ഈമാനും തഖ്വയും ഹിദായത്തും നേറ്റിത്തരണം. അല്ലാഹ്, ഞങ്ങളെ ഖൽബ് ശുദ്ധിയാക്കി തരണം റഹ്മാനെ. അല്ലാഹുവേ, നിന്റെ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ച ഈ പരിശുദ്ധ മാസം അവരോടുള്ള മഹബ്ബത്ത് ഞങ്ങളെ ഖൽബിലേറ്റിത്തരണം റഹ്മാനെ. അവിടത്തേക്ക് ധാരാളം സ്വലാത്ത് സലാമുകൾ ചൊല്ലാനും അവിടുത്തെ പരിശുദ്ധമായ റൗള സിയാറത്ത് ചെയ്യാനും അവിടുത്തെ സുന്നത്ത് അനുധാവനം ചെയ്ത് ജീവിക്കാനും നീ ഞങ്ങൾക്ക് ഭാഗ്യം തരണം അല്ലാഹ്. അവിടുത്തെ തിരുനോട്ടവും തർബിയത്തും സാധുക്കളായ ഞങ്ങൾക്ക് തരണം റഹ്മാനെ. അല്ലാഹുവേ, അവിടുത്തെ പരിശുദ്ധമായ പൂമുഖം കാണാനുള്ള അർഹതയുള്ള അവസ്ഥയിലേക്ക് സാധുക്കളായ ഞങ്ങളെ നീ ഉയർത്തണം അല്ലാഹ്. അല്ലാഹുവേ, നീ ഞങ്ങൾക്ക് തഖ്വ തരണം റഹ്മാനെ, ഈമാൻ തരണം അല്ലാഹ്, ഹിദായത്ത് തരണം അല്ലാഹ്, നാഫിയായ ഇൽമ തരണം റഹ്മാനെ. ദാക്കിരീങ്ങളുടെ ഷാക്കിരീങ്ങളുടെ കൂട്ടത്തിൽ സാധുക്കളായ ഞങ്ങളെ ഉൾപ്പെടുത്തണം അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങൾക്കെല്ലാം ആഖിബത്ത് നന്നാക്കി തരണം റഹ്മാനെ, ഈമാൻ സലാമത്താക്കി തരണം അല്ലാഹ്. ദുനിയാവിലും ആഖിറത്തിലും ഇസ്സത്ത് തരണം റഹ്മാനെ. എത്രയോ രോഗികൾ ഞങ്ങളുടെ കൂടെയുണ്ട്, ഞങ്ങളുമായി ബന്ധപ്പെട്ടവരുണ്ട്, ഹോസ്പിറ്റലിൽ കഴിയുന്നവരുണ്ട്, വലിയ വലിയ ഭീമമായ സംഖ്യ ചെലവഴിച്ച് ചികിത്സിക്കുന്നവരുണ്ട്. അല്ലാഹുവേ, നീ എല്ലാവർക്കും ശമനം കൊടുക്കണം അല്ലാഹ്, ശിഫാ കൊടുക്കണം റഹ്മാനെ, ആഫിയത്ത് കൊടുക്കണം അല്ലാഹ്, ആരോഗ്യം കൊടുക്കണം റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളെ എല്ലാവരുടെയും ആയുസ്സിൽ നീ ബറക്കത്ത് തരണമല്ല, സമയങ്ങളിൽ ബറക്കത്ത് തരണമല്ല, ധനത്തിൽ ബറക്കത്ത് തരണമല്ല, ഇൽമിൽ ബറക്കത്ത് തരണമല്ല, അമലുകളിൽ ബറക്കത്ത് തരണമല്ല, ഞങ്ങളെ ചിന്തകളിൽ ബറക്കത്ത് തരണമല്ല, ഞങ്ങളെ ബുദ്ധിയിലും ഹിഫ്ളിലും ബറക്കത്ത് തരണം റഹ്മാനെ. അർഹമർ റഹീമീനായ അല്ലാമുൽ ഗയൂബായ അല്ലാഹ്, ഞങ്ങളെ എല്ലാ ഖൈറായ മുറാദുകളും ഹാസിലാക്കി തരണം റഹ്മാനെ. കഫാലത്ത് മാറാൻ ബുദ്ധിമുട്ടുന്ന ഒരു സഹോദരൻ ഞങ്ങളോട് ദുആ കൊണ്ട് ഏൽപ്പിച്ചു, നീ അദ്ദേഹത്തിന് സഹായം ചെയ്യണമല്ലോ, ആവശ്യം പൂർത്തീകരിച്ചു കൊടുക്കണം റഹ്മാനെ. സന്തോഷമുള്ള ഹൈറായ അവസ്ഥയിലേക്ക് നീ എത്തിക്കണമല്ല. അതുപോലെ തന്നെ വിസ ക്യാൻസലായി കിട്ടാൻ വേണ്ടി ദുആ ചെയ്യാൻ പറഞ്ഞവരുണ്ട്. അല്ലാഹുവേ, നീ എളുപ്പമാക്കി കൊടുക്കണമല്ല. വിദേശ രാജ്യങ്ങളിൽ നിന്ന് നാട്ടിലേക്ക് വരാൻ പ്രയാസപ്പെടുന്ന കുടുങ്ങിക്കിടക്കുന്ന ആളുകളുണ്ട്, നീ അവർക്ക് സലാമത്ത് കൊടുക്കണമല്ല, മോചനം കൊടുക്കണമല്ല. അർഹമർ റഹീമീനായ അല്ലാമുൽ ഗയൂബായ റബ്ബേ, ഞങ്ങളുമായി ബന്ധപ്പെട്ട ഞങ്ങളോട് ദുആ ചെയ്യാൻ ഏൽപ്പിച്ച പലരും പല വിഷമങ്ങളിലും പ്രയാസപ്പെട്ട് കുടുങ്ങിക്കിടക്കുന്നവരാണ്. നീയല്ലാതെ അവരെ രക്ഷപ്പെടുത്താനില്ലല്ലോ അല്ലാഹ്. നീ അവർക്ക് സലാമത്ത് കൊടുക്കണം റഹ്മാനെ. ഒരു കുടുക്കുകളിലും തടസ്സങ്ങളിലും ബുദ്ധിമുട്ടുകളിലും പെടാതെ നീ അവരെ രക്ഷപ്പെടുത്തണമല്ലോ. എല്ലാ ഷർറിന്റെ അഹലുകാര ഷർറിൽ നിന്നും, ളാലിമീങ്ങളെ ദുൽമിൽ നിന്നും, അഅദാഇന്റെ ശത്രുതയിൽ നിന്നും അവരെയും ഞങ്ങളെയും കാത്ത് രക്ഷിക്കണം റഹ്മാനെ. ഞങ്ങളെ മക്കളെ നീ സ്വാലിഹീങ്ങളാക്കണമല്ലോ, സ്വാലിഹീങ്ങളായ മക്കളെ നൽകണമല്ലോ.
ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണം റഹ്മാനെ. മക്കളില്ലാത്തവർക്ക് മക്കളെ കൊടുക്കണമല്ല. ഇണകളില്ലാത്തവർക്ക് സന്തോഷമുള്ള മനസ്സിനിണങ്ങിയ ഇണകളെ കൊടുക്കണമല്ല. അല്ലാഹുവേ, വീടില്ലാത്തവർക്ക് അനുയോജ്യമായ വീട് കൊടുക്കണമല്ല. ജോലിയില്ലാത്തവർക്ക് ലായിഖായ ജോലി കൊടുക്കണമല്ല. നീ നൽകിയ സർവ്വതിലും ഞങ്ങൾക്ക് ബറക്കത്ത് ചൊരിയണം റഹ്മാനെ. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടവരുടെ ഖബർ വിശാലമാക്കണമല്ല. ഞങ്ങളെയും അവരെയും നീ മഗ്ഫിറത്തും റഹ്മത്തും നിന്ന് അനുഗ്രഹിക്കണമല്ല. എല്ലാ ശിക്ഷകളിൽ നിന്നും രക്ഷപ്പെടുത്തി നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടണം റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളെ സഹായിക്കുന്ന, ഞങ്ങളെ സ്ഥാപനങ്ങളെ സഹായിക്കുന്ന, ഞങ്ങളെ സംരംഭങ്ങളെ സഹായിക്കുന്ന സുന്നത്ത് ജമാഅത്തിന്റെ പ്രസ്ഥാനങ്ങളെ വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും സമ്പത്ത് കൊണ്ടും സഹായിക്കുന്ന എത്രയോ ഉമറാക്കളും നല്ല പ്രവർത്തകന്മാരും നല്ല മനുഷ്യരും സ്നേഹജീവികളും അനുഭാവികളും അല്ലാഹുവേ, അവരുടെ എല്ലാ വിഷമങ്ങളും നീ തീർത്തു കൊടുക്കണമല്ല. അവർക്ക് നീ ബറക്കത്ത് കൊടുക്കണമല്ല. അവർക്ക് ഐശ്വര്യം നൽകണമല്ല. അവർ ചെലവാക്കുന്നതിനേക്കാൾ വിലപ്പെട്ടത് നീ അവർക്ക് പകരമായി ദുനിയാവിലും ആഖിറത്തിലും നൽകണം റഹ്മാനേ. അല്ലാഹുവേ, ഞങ്ങളെ ദുന്യവിയും ഉഖ്റവിയുമായ എല്ലാ കാര്യങ്ങളും നീ ഇസ്സത്തിലാക്കണമല്ല, സന്തോഷത്തിലാക്കണമല്ല. ഞങ്ങൾക്ക് എല്ലാ ഖൈറിന്റെ വാതിലുകളും തുറന്നു തരണം റഹ്മാനെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. وصلى الله على خير خلقه سيدنا محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. ഇൻഷാല്ലാ ഇനി വാട്സപ്പ് ചോദ്യങ്ങൾക്കുള്ള മറുപടി അടുത്ത ഞായറാഴ്ച അള്ളാഹുവിന്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ ഉണ്ടാവും. പിന്നെ ശ്രദ്ധിക്കേണ്ടത്, വാട്സപ്പിൽ അടുത്ത ആഴ്ച തന്നെ മറുപടി കിട്ടേണ്ട ആളുകൾ അവരുടെ ചോദ്യങ്ങൾ വെള്ളിയാഴ്ചക്ക് മുമ്പ്, ശനിയാഴ്ചക്ക് മുമ്പെങ്കിലും അയക്കാൻ വേണ്ടി ശ്രമിക്കുക. പരമാവധി ഒരു ദിവസം മുമ്പെങ്കിലും കിട്ടിയെങ്കിൽ നമുക്ക് കാര്യങ്ങൾ തർത്തീബാക്കാൻ ഒരു സാവകാശം കിട്ടുകയുള്ളൂ. അതുകൊണ്ട് ചോദ്യങ്ങൾ താമസിയാതെ അയക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇൻഷാ അല്ലാഹ് അതിന്റെ ശേഷം ബാക്കി കാര്യങ്ങളിലേക്ക് നമുക്ക് കടക്കാം. പിന്നെ ഈ വാട്സപ്പിലൂടെ ഒക്കെ പല ഗ്രൂപ്പുകളിലും ആദർശ ചർച്ചകളിലും മറ്റൊക്കെ പങ്കെടുക്കുന്ന ഒരുപാട് ആളുകൾ ഈ സമയത്ത് ഇത് ശ്രദ്ധിക്കുന്നുണ്ടാവും എന്ന പ്രതീക്ഷയിൽ തന്നെ ഞാൻ പറയുന്നു, ആദർശപരമായ ചോദ്യങ്ങളും നിങ്ങൾക്ക് നമ്മുടെ വാട്സപ്പിലേക്ക് അയക്കാം. അത് ശനിയാഴ്ച ഈ പറഞ്ഞ ഞായറാഴ്ച തന്നെ കാത്തിരിക്കണമെന്നില്ല. ഏത് സമയത്തും ആദർശ ചർച്ചകൾക്കിടയിൽ അത്തരം കാര്യങ്ങൾ ചർച്ചയ്ക്ക് വരികയും ഇൻഷാ അല്ലാഹ് നമുക്ക് അത് ആദർശ ചർച്ചകളിലൂടെ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ നടക്കുന്ന ആദർശ ചർച്ചകളിൽ ഓരോ ചോദ്യത്തെയും എങ്ങനെ പ്രതികരിക്കണമെന്നത് നമ്മുടെ ക്ലാസ് റൂമിലൂടെ അത് ശ്രദ്ധിക്കുകയും വേണമെങ്കിൽ അതിന്റെ ക്ലിപ്പുകൾ, ക്ലാസ് റൂമിൽ പറയുന്നതിന്റെ ക്ലിപ്പുകൾ, അത് റെക്കോർഡ് ചെയ്തതിന്റെ ക്ലിപ്പുകൾ നമുക്ക് നമ്മൾ പലരും നിലകൊള്ളുന്ന ഇത്തരം ഗ്രൂപ്പുകളിലേക്ക് അയച്ചു കൊടുക്കുകയും ചെയ്യാവുന്നതാണ്. അതുപോലെ നമ്മുടെ സോഷ്യൽ മീഡിയകളിലെ സാധ്യതകൾ ഉപയോഗപ്പെടുത്തി നമ്മുടെ ചർച്ചകളും കാര്യങ്ങളും ക്ലാസ്സുകളും എല്ലാം പരമാവധി ഷെയർ ചെയ്ത് കൂടുതൽ ആളുകൾ കേൾപ്പിക്കാനുള്ള ശ്രമം എല്ലാവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകണം എന്ന് വളരെ വിനീതമായി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ ഈ ക്ലാസ് റൂമിലെ വാട്സപ്പിലേക്ക് നിങ്ങളുടെ ചോദ്യങ്ങൾ അയക്കേണ്ട നമ്പർ പിന്നെ 99 46 22 72 72 എന്ന നമ്പറാണ്. ആ നമ്പർ ആഡ് ചെയ്തുകൊണ്ട് എല്ലാവരും ഇത് ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കണം എന്ന് ഓർമ്മപ്പെടുത്തി ദുആ വസിയത്തോടുകൂടി വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഹലോ, അസ്സലാമു അലൈക്കും. ഈ STV റേഡിയോന്റെ പുതിയ ഈ പ്രോഗ്രാം ഉള്ള സോഫ്റ്റ്വെയർ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം റേഡിയോ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു കാൽക്കുലേറ്റർ എടുക്കാനോ അല്ലെങ്കിൽ ഒരു മെസ്സേജ് നോക്കാനോ ഒന്നിനും പറ്റൂല. റേഡിയോക്ക് വേണ്ടി മാത്രം മൊബൈലാണ് മാറ്റി വെക്കണം. സ്ഥാനത്ത് പഴയത് അങ്ങനെ ഉണ്ടെങ്കിൽ എല്ലാം നടന്നിരുന്നു. അതുകൊണ്ട് അതിന് എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാക്കി തരണം. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇൻഷാ അല്ലാഹ് നേരത്തെ നമ്മുടെ ചോദ്യങ്ങൾ നടക്കുന്നതിന്റെ ഇടയിൽ ഒരല്പം ഈ ചോദ്യം പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നു. ഉന്നതന സ്ഥാനിലേക്കുള്ള ചോദ്യം മാറ്റിയിട്ട് ചോദ്യം ലാസ്റ്റിലേക്ക് വെച്ചതായിരുന്നു. എന്തായാലും മാഷാ അല്ലാഹ് നമ്മുടെ റേഡിയോ ശ്രോതാക്കള്
അവരുടെ പരിഭവങ്ങളും പ്രശ്നങ്ങളൊക്കെ നമ്മൾ അറിയിക്കുന്നുണ്ട്. അതുപോലെ തന്നെ വിമർശനങ്ങളും നിങ്ങൾ അറിയിക്കണം. ഇതുപോലെ നിങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങളുണ്ടെങ്കിൽ നമ്മുടെ ആപ്ലിക്കേഷനുമായിട്ടോ ക്ലാസ് റൂമുമായിട്ടോ വെബ്സൈറ്റുമായിട്ടോ ബന്ധപ്പെട്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ നിങ്ങൾ ഇതുപോലെ അറിയിക്കണം. എങ്കിലേ ഞങ്ങൾക്കതിലെ ഉള്ള പോരായ്മകൾ പരിഹരിക്കാൻ കഴിയുള്ളൂ എന്നുള്ള റേഡിയോ ശ്രോതാക്കളെ അതുപോലെ തന്നെ എസ് ശ്രോതാക്കളെ ഉണർത്തുന്നു. എന്തായാലും ഇപ്പോൾ ആ സുഹൃത്ത് പറഞ്ഞതുപോലെ എസ് പഴയ റേഡിയോ ആപ്ലിക്കേഷൻ, മൊബൈൽ ആപ്ലിക്കേഷൻ ആൻഡ്രോയിഡ് ഉപയോഗിച്ചവർക്ക് റേഡിയോ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ മറ്റ് പ്രോഗ്രാമുകൾ, അതായത് വാട്സപ്പ് ആയാലും മൊബൈലിനകത്തുള്ള മറ്റ് ആപ്ലിക്കേഷനുകൾ ഉപയോഗിക്കാൻ പറ്റുമായിരുന്നു. ബാക്ക്ഗ്രൗണ്ടിൽ എസ് റേഡിയോ ബാക്ക്ഗ്രൗണ്ടിൽ പ്രവർത്തിക്കുമായിരുന്നു. ഇപ്പോൾ അത് പറ്റുന്നില്ല എന്നതാണ് പലരും പറയുന്നത്. ഐഫോൺ ആപ്പിനും സെയിം പ്രോബ്ലം ഉണ്ട് അല്ലേ? ഓക്കെ, ഇൻഷാല്ല ഇപ്പോഴത്തെ ആപ്ലിക്കേഷനിലും അത് പറ്റും. പക്ഷെ പഴയതുപോലെ നമ്മൾ ബാക്ക് അടിച്ച്, അതായത് ഉദാഹരണത്തിന് എസ് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് റേഡിയോ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് ബാക്ക് ബട്ടൺ പ്രസ് ചെയ്ത് പോയി കഴിഞ്ഞാൽ റേഡിയോ സ്റ്റോപ്പ് ആകുന്നതാണ്. അതേസമയത്ത് ഡയറക്റ്റ് നിങ്ങളുടെ ഫോണിന്റെ മെയിൻ മെനു ബട്ടൺ പ്രസ് ചെയ്യുക. മെയിൻ മെനു ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ എസ് റേഡിയോ ബാക്ക്ഗ്രൗണ്ടിൽ വർക്ക് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് ഫോണിനകത്തുള്ള മറ്റ് ഏത് ആപ്ലിക്കേഷനും ഉപയോഗിക്കാവുന്നതാണ്. മറ്റൊരു ഓഡിയോ ഫയലോ അല്ലെങ്കിൽ ഒരു വീഡിയോ ഫയൽ ഓപ്പൺ ചെയ്താലല്ലാതെ എസ് റേഡിയോ കട്ടാവുന്നതല്ല. ഇനി അങ്ങനെ